യെസ്. ഓക്കെ, നമുക്ക് നോൺ ഫോർമൽ ആയിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. വൺസ് ദ സ്റ്റേറ്റ് പ്രസിഡന്റ് ആൻഡ് അതർ ഡിഗ്നിറ്ററീസ് ജോയിൻ, നമുക്ക് ജസ്റ്റ് അധികം സമയം എടുക്കത്തില്ല. നമുക്കൊന്ന് ഒരു ചെറിയൊരു ലോഞ്ച് പോലെ, ബിക്കോസ് വി ആർ ഇൻ ദിസ് ഫോർ 2-3 months. ഓക്കെ, സോ ഇറ്റ്സ് എ ടീം വർക്ക്. കുറച്ച് പേരും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ, അവരിപ്പോ ജോയിൻ ചെയ്യും. സോ ജസ്റ്റ് അപ്പം മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇൻഫോർമൽ ആയിട്ട് പറയാം. സോ ഐ നോ മോസ്റ്റ് ഓഫ് യു മൈറ്റ് ഹാവ് ബീൻ ജോയിൻ, ഏതെങ്കിലും ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ളവരായിരിക്കും, കുറെയൊക്കെ പഠിച്ചിട്ടുള്ളവരായിരിക്കും. സോ ദിസ് ഇസ് ജസ്റ്റ് അനദർ പ്രിപ്പറേഷൻ എന്ന് തോന്നും. പക്ഷെ ബേസിക്കലി തിങ് ഇസ് ദാറ്റ് നമ്മളൊരു 109 days 110 days ബിഫോർ എക്സാം എവറിബഡി ഈസ് ഈക്വൽ എന്നുള്ളതാണ്. നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ഓൾ ആർ ഈക്വൽ. പിന്നെ നമുക്ക് പിന്നെ ആ എക്സാം എഴുതുന്ന സമയം വരെയുള്ള നമ്മുടെ ഒരു എഫേർട്ടാണ് അതിനകത്ത് കാണുന്നത്. സോ അതുകൊണ്ടാണ് ക്രാഷ് കോഴ്സുകൾ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ബേസിക്കലി നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഗൈഡിങ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നമ്മൾക്ക് കുറേയൊക്കെ പറയാൻ പറ്റും. അത് നമുക്ക് കുറെ ഗൈഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദീസ് ഫാക്കൽറ്റീസ് ആർ ഓൾ ഇൻ ദിസ് ഫീൽഡ്. ഒരു 20-30 കൊല്ലമായിട്ട് ഇതിനകത്ത് നിൽക്കുന്ന ഫാക്കൽറ്റീസ് ആണ്. ദേ ആർ മോസ്റ്റ് ഓഫ് ദം ആർ ഗവൺമെന്റ് കോളേജ് ഫാക്കൽറ്റീസ്. അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള വളരെ ഇതിനകത്ത് ഒത്തിരി എഫേർട്ട് ഇട്ടിട്ട് നിൽക്കുന്ന കുറച്ച് ഫാക്കൽറ്റീസും ഉണ്ട് നമുക്ക്. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡിങ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. സോ ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ്. നമുക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഗൈഡിങ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ബിലീവ് മീ, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് മാരോ അതുപോലത്തെ വലിയ വലിയ ആപ്പുകൾ എടുത്ത സ്റ്റുഡൻസ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ വാട്ട് ഹാപ്പൻ വാസ് ദാറ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ നോക്കിയപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഏകദേശം 15 ക്വസ്റ്റ്യൻസോളം ഉണ്ടായിരുന്നു. അപ്പോൾ എസ്പെഷ്യലി മെഡിസിൻ ക്ലാസ്സസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്തിരുന്ന ആളുകൾക്ക് ശരിക്കും ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രീതിയായിരുന്നു. സോ ദാറ്റ് മീൻസ് നമ്മൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു എഫേർട്സ് അത്ര പാഴായി പോയിട്ടില്ല എന്നുള്ളതായിരുന്നു. പിന്നെ കുറെ പേരൊക്കെ എനിക്ക് തോന്നുന്നു ഹെൽത്ത് സർവീസസിലുള്ളവർ കാണും. അവരും ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആയിരിക്കും. അവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ്. നമുക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഈ ആപ്പാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എവറിബഡി ഇറ്റ്സ് ഈസി. അത് നമ്മൾ എന്തായാലും ഒരു 2-3 ഡേയ്സിനുള്ളിൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഈ ആപ്പ് എന്ന് പറയുന്നതും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. അതിനകത്തും കുറേ ക്വസ്റ്റ്യൻസ്, ടെസ്റ്റ് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്കതും എല്ലാം ഫാക്കൽറ്റീസ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് പലതും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ബേസിക്കലി നമുക്കിതൊരു ജേർണിയാണ്. നമ്മൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ബിജോൺ സാർ കയറിയിട്ടുണ്ട് കേട്ടോ. ബിജോൺ സാറിനെ ഒന്ന് കോഹോസ്റ്റ് ആക്കോ. യെസ്, ബിജോൺ സാറിനെ ഒന്ന് കോഹോസ്റ്റ് ആക്കണേ. യെസ്, അപ്പൊ സാറ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ആണ്. സാറ് കുറെ കാര്യങ്ങൾ സാറ് പറഞ്ഞു തരും നിങ്ങൾക്ക്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ്. നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന് മൊത്തം ഒരു ഐഡിയ കിട്ടുന്ന ക്ലാസ് ആണ്. സോ നമുക്ക് സ്റ്റേറ്റ് പ്രസിഡന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചോട്ടെ. ശ്രീജിത്തൻ കുമാർ സാർ കയറിയിട്ടുണ്ട്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. യെസ്, ബിജോൺ സാർ. ഞാൻ ഡ്യൂട്ടിയിലാണ് സാർ, ഡ്യൂട്ടിയിലാണ്. ഇന്നത്തെ ദിവസം ഡ്യൂട്ടിയിലായിരുന്നു. ഇന്നലെ ഡ്യൂട്ടി ഇല്ലായിരുന്നു, പക്ഷെ ഇന്ന് ഡ്യൂട്ടിയിലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സാറിനെ ഒന്ന് ജസ്റ്റ് രണ്ടുപേരെയും സ്റ്റേറ്റ് പ്രസിഡന്റും സ്റ്റേറ്റ് സെക്രട്ടറിയും കൂടെ ജസ്റ്റ് ഒന്ന് വിളിച്ചോട്ടെ. ഗുഡ് ഈവനിങ്. കയറിയ എല്ലാവരും പറ്റുകയാണെങ്കിലേ അവരുടെ നെയിം വെച്ചിട്ടൊന്ന് കയറാൻ ശ്രമിക്കൂ. പലരും മൊബൈലിന്റെ ബ്രാൻഡ് നെയിമൊക്കെ കാണുന്നത്. അപ്പോൾ പേര് വെച്ചാലേ നമ്മളൊരു എന്തായാലും ഒരു 30 days നമ്മൾ മീറ്റ് ചെയ്യണതല്ലേ. അപ്പം നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ
നമുക്കൊന്ന് പേര് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലേ നമുക്കൊന്നുകൂടി ഒരു അടുപ്പുണ്ടാവുമല്ലോ. അപ്പം അതിന് കൂടെ വേണ്ടിയിട്ടാണ് ചില സാംസങ് SM-X200 എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മളൊരു എന്തായാലും ഒരു മാസം നമ്മൾ ഒരുമിച്ച് ഇരിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒരു ഫാമിലി പോലെ വേണം അത് പോവാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. ശ്രീവിലാസൻ സാർ കയറിയിട്ടുണ്ട്. സാറിനെ ഒന്ന് Good evening. Yes. Welcome to State President of IMA KSB. ഞാൻ Dr. രണ്ടുമിനിറ്റ് Yes, sir. നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി സാറ് കയറിയായിരുന്നു. കേറില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വിളിച്ചോട്ടെ. മാർത്താണ്ഡപിള്ള സർ ഹാസ് ജോയിൻ. വെരി ഗുഡ്. യെസ് സർ, വെൽക്കം സർ. സാർ ഗുഡ് ഈവനിങ് സാർ. സാർ സാറിനെ കണ്ടില്ല, ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, സാറിനെ കണ്ടില്ല. ശ്രീധൻ കുമാർ സർ, മാർത്താണ്ഡപിള്ള സർ ഹാസ് ജോയിൻ. ശ്രീധുണ്ടല്ലോ. യെസ്. സുൽഫി സാറിന് ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, കയറുമായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ശശി സാറിനെ ഒന്ന് വിളിച്ചോട്ടെ. ഓക്കെ. ഓക്കെ, ശശി സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. നമുക്ക് കിട്ടിയില്ല സർ. മോഹൻ റോയ് സർ ഇസ് ദർ, കൽപ്പന മാഡം ജോയിൻ. അപ്പൊ നമുക്ക് ജസ്റ്റ് തുടങ്ങാമല്ലോ സർ. കേറുവോ സർ? സാറിന് എന്തോ റേഞ്ച് കുറവാന്ന് തോന്നുന്നു സർ. അപ്പൊ നമുക്ക് തുടങ്ങാം സർ. നമ്മുടെ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. എല്ലാവർക്കും ഡ്യൂട്ടി മാറുന്ന സമയമായതുകൊണ്ട് ഡിഫിക്കൽട്ട് ആണ്. ഒരു സെക്കൻഡ് സർ. സോറി, ശശി സാർ വിളിച്ചതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ കുട്ടികൾ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് 7 മണിക്കാണ്. ഇന്ന് ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ് ബേസിക്കലി. അപ്പോൾ ഡ്യൂട്ടി മാറുന്ന സമയമായതുകൊണ്ട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. നമുക്കപ്പോൾ ഇന്നത്തെ ഇനോഗ്രേഷൻ ഇൻട്രൊഡക്ഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന KSB ശ്രീവിലാസൻ സർ ഹാസ് ജോയിൻ. അതുപോലെ നമ്മുടെ പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് മാർത്താണ്ഡപിള്ള സർ, ശ്രീജിത്തൻ കുമാർ സർ, പാസ്റ്റ് JDN ചെയർമാൻ, നാഷണൽ ചെയർമാൻ ശ്രീധൻ കുമാർ സർ ജോയിൻ ചെയ്തിട്ടുണ്ട്. മോഹൻ റോയ് സർ ഹെഡ്ക്വാർട്ടേഴ്സ് ജോയിന്റ് സെക്രട്ടറി. പിന്നെ അതുപോലെ നമ്മുടെ തന്നെ ആളുകൾ, നമ്മുടെ തന്നെ കമ്മിറ്റിയിലുള്ള ബിജോൺ സർ, കൽപ്പന മാഡം, അതുപോലെ സജിത് സർ, ബിജോൺ സർ എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷാജി മാത്തൻ സർ ഇസ് ഓൾസോ ദർ. സോ നമുക്ക് ജസ്റ്റ് ഒരു ഫോർമൽ ആയിട്ടുള്ളൊരു ഫംഗ്ഷനിലോട്ട് പോകാം. സോ ഐ ഇൻവൈറ്റ് അവർ സർ, ശ്രീവിലാസൻ സർ. താങ്ക് യു. കേൾക്കാമോ? കേൾക്കാം സർ, നന്നായി കേൾക്കാം. സർവാരാധ്യനായ മാർത്താണ്ഡപിള്ള സർ, ശ്രീജിത്തൻ കുമാർ, സ്വപ്ന, ബിജോൺ, മോഹൻ റോയ്, സുൽഫി, പിന്നെ ഈ
വേദിയിലുള്ള എല്ലാ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അഭ്യുദയാകാംക്ഷികളെ, പി ജി പ്രേമികളെ, ഇന്ന് വാസ്തവത്തിൽ IMA സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസം തന്നെയാണ്. ഡോക്ടർ സുദർശൻ വെൽക്കം. ദിവസം തന്നെയാണ്. കാരണം ഈ വർഷത്തെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിൻ ആണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സ്വപ്നയും ബിജോണും കൂടിയിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് പ്രോഗ്രാംസ് ഡീറ്റെയിൽസ് എന്നോട് ദിവസേന എന്നോണം ഡിസ്കസ് ചെയ്യാറുണ്ട്. എല്ലാം വളരെ ശുഭോദർക്കമായ മഹത്തായ കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്ത് തീർക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇത്രയും പ്രോഗ്രാം തുടങ്ങാൻ കഴിയുന്നത് എന്നുള്ളതും സന്തോഷകരമാണ്. ഇത് മാത്രമല്ല, ഈ വർഷത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം വെച്ചാൽ വിമൺ ആൻഡ് യൂത്ത് എംപവർമെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇതിന്റെ നമ്മളുടെ PG കെയർ സെന്ററിന്റെ ചുമതല ഡോക്ടർ സ്വപ്ന എസ് കുമാറിനെ ഏൽപ്പിച്ചത്. ഡോക്ടറാണെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇക്കാര്യത്തിൽ വളരെയധികം ക്രിയാത്മകമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഡോക്ടറെ കുറിച്ച് എനിക്ക് ഒറ്റ വർഷങ്ങളായിട്ട് നന്നായിട്ട് അറിയാം. എന്ത് കാര്യം ഏറ്റെടുത്താലും ഏറ്റവും നല്ല പോലെ ഹൃദയത്തിൽ അർപ്പിച്ചുകൊണ്ട്, ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം ഏറ്റവും നല്ല രീതിയിൽ പോകുമെന്ന് സംശയമൊന്നുമില്ല. കാരണം പി ജിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ഡോക്ടർമാരാണ്, PG ആസ്പിരൻസ് ആണ് നമ്മുടെ ഇടയിലുള്ളത്. അവരുടെ വിഷമങ്ങളും വേദനകളും പലപ്പോഴും അവർ എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട്. അവരെല്ലാം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് അവരുടെ ബുദ്ധിമുട്ടുകളാണ്. ഇത്രയും വർഷം MBBS പാസ്സാകാൻ വേണ്ടി പേരൻസിനെ, അച്ഛനമ്മമാരെ അല്ലെങ്കിൽ വാപ്പമ്മമാരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് ഇനിയും വലിയൊരു തുക കൊടുത്തുകൊണ്ട് PG കോച്ചിങ് സെന്ററുകളിൽ അല്ലെങ്കിൽ PG കോച്ചിങ്ങിന് വേണ്ടി വീണ്ടും ഏർപ്പെടാനുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് മറ്റൊരു വരുമാനവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് IMA, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള PG കോച്ചിങ് സെന്റർ നമ്മൾ പ്ലാൻ ചെയ്തത്. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് അതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീർച്ചയായിട്ടും ഈ അടുത്ത നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുക്കാനും അവർക്ക് PG ഈ ചേരുന്ന എല്ലാ ഡോക്ടർമാർക്കും, ചെറുപ്പക്കാര ഡോക്ടർമാർക്കും PG കിട്ടുമാറാകട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. അതിനുവേണ്ടി ഏറ്റവും നല്ല ഫാക്കൽറ്റിയാണ് സ്വപ്നയും ബിജോണും കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബിജോണാണെങ്കിൽ ബിജോണെ കുറച്ച് കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായിട്ട് എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട്. പുതിയ ആശയങ്ങളും പുതിയ സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹമായിട്ടുള്ള ഡിസ്കഷനിൽ എനിക്ക് മനസ്സിലായത് നമുക്കിത് തികച്ചും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതുകൂടാതെ അദ്ദേഹം നമ്മുടെ IMA പെരിയാർ ഹൗസിൽ ഒരു താമസ സൗകര്യങ്ങളോട് കൂടിയുള്ള PG കോച്ചിങ് ഉണ്ട്. അതിനു കൂടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇത് രണ്ടും കൂടി വരികയാൻ ടൈപ്പ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇന്നത്തെ ഈ ശുഭോദർക്കമായ ഇന്നത്തെ ഈ മഹനീയമായ പ്രോഗ്രാം ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നമ്മുടെ ഇന്നത്തെ മാർത്താണ്ഡ പിള്ള സാറുണ്ട്. മാർത്താണ്ഡ പിള്ള സാറിന് സാർ ഈസ് ദെയർ. ഒരുപാട് തിരക്കുകളുടെ ഇടയിലും സാറ് ഈ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സർ കേൾക്കാമോ സർ? മാർത്താണ്ഡ പിള്ള സാർ മ്യൂട്ടാണ്, വീഡിയോ ഓൺ ആണ്. സാർ പക്ഷെ മ്യൂട്ടാണ്. യെസ് സർ, യെസ് സർ. ഈ പ്രോഗ്രാമിനെ പറ്റി ഒരു ഷോർട്ട് ഡിസ്കഷൻ തന്നാൽ കൊള്ളായിരുന്നു. ഈ പ്രോഗ്രാമിനെ പറ്റി ഇതിന്റെ കണ്ടന്റും കോസ്റ്റ് ഡ്യൂറേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. യെസ് സർ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ഇന്നത്തെ ക്രാഷ് കോഴ്സാണ്. ക്രാഷ് കോഴ്സ് ആകുമ്പോൾ നമുക്ക് 3 മാസമാണ് ഇനി ഉള്ളത്. ജൂൺ 15-നാണ് എക്സാം നമുക്ക് സ്റ്റാർട്ട് പറഞ്ഞിരിക്കുന്നത് പ്രപ്പോസ്ഡ് ഡേറ്റ്. സോ വെരി ലിറ്റിൽ ചാൻസ് ദാറ്റ് ഇറ്റ് വിൽ ഗെറ്റ് പോസ്റ്റ്പോൺഡ്. അപ്പോൾ നമുക്ക് എക്സാമിന് മുൻപുള്ള 3 മാസങ്ങളിൽ നമ്മൾ 30 ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ് ഒരു പ്ലസ് ക്ലാസ് ആണ്, 31 ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു 1 hour to 45 minutes ഉണ്ടാവും. അപ്പൊ അത് ക്ലാസ്സുകൾ നമുക്ക് ഫെബ്രുവരി 28-നാണ് നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു 30 ക്ലാസ് എല്ലാ സബ്ജക്ട്സും 19 സബ്ജക്ട്സും നമ്മൾ കവർ ചെയ്യും. അപ്പോൾ എല്ലാ സബ്ജക്ട്സിലും ക്ലാസ്സുകളുണ്ട്. അങ്ങനെ ഒരു May 25 ആകുമ്പോൾ നമ്മളിത് വൈൻഡപ്പ് ചെയ്യും. പിന്നെ അതുപോലെ ഇതെല്ലാം ക്ലാസ്സുകളെല്ലാം റെക്കോർഡഡ് ആണ്. ബട്ട് ഇത് നമുക്ക് അതിന് മുൻപേ ഓരോ ക്ലാസ്സിന് മുൻപ് ഫിക്സഡ് ടൈം ടേബിളിനനുസരിച്ച് റിവിഷൻ ഉണ്ടായിരിക്കും. റിവിഷൻ നിങ്ങൾക്ക് സെൽഫായിട്ട് സ്റ്റഡി ചെയ്യാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് മെഡിക്കോ ആപ്പ് ഉണ്ട്. ആപ്പിന്റെ കാര്യം ബിജോൺ സാർ പറയും. ആപ്പ് വളരെ ഒരു സബ്സ്ക്രിപ്ഷൻ വളരെ സ്കോളർഷിപ്പോട് കൂടി സ്കോളർഷിപ്പോട് കൂടി നമ്മൾ 90% സ്കോളർഷിപ്പോട് കൂടിയാണ് കൊടുക്കുന്നത്. ഇതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 2000 റുപ്പീസിൽ നമുക്ക് ഈ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നമുക്ക് റിവിഷൻസ് ഉണ്ട്. റിവിഷൻ കഴിഞ്ഞ ശേഷം ക്ലാസ്സുകളുണ്ട്. ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും റിവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ വിഷയവും അങ്ങനെ തീർത്ത് നമുക്ക് പോകാൻ സാധിക്കും. 19 സബ്ജക്റ്റ് നമ്മൾ May 25 ആകുമ്പോൾ ഫിനിഷ്ഡ് ആവുകയും നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടുകയും ചെയ്യും. ജോലിയൊക്കെ ചെയ്യുന്ന കുട്ടികൾക്കും ഇതുവരെ പ്രിപ്പയർ ചെയ്യാതിരിക്കുന്ന കുട്ടികൾക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നമ്മൾ ബിഫോർ 3 months എവറിബഡി ഈസ് ഈക്വൽ. അല്ല, ഇപ്പം എത്ര നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെങ്കിലും ബിഫോർ 3 months നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും വീണ്ടും റിവൈസ് ചെയ്യുന്ന സമയമാണ്. അപ്പോഴേ നമുക്ക് ബേസിക്സ് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് വാട്ട് വി ആർ എയിമിങ്. ഇതാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. സോ സർ, ഓക്കെ, കേൾക്കാം സർ. ഓക്കെ. എൻ്റെ സംസാരിക്കാൻ പറയാണോ? അതെ സർ, അതെ ഹലോ. സർ. ആ സർ, പ്ലീസ് സർ. ഓക്കെ. Dr. Swapna, other members of the organizing group, our state president Dr. Sividasan, other senior leaders of IMA and friends. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ തുടക്കം എങ്ങനെയായിരുന്നു നോക്കുകയാണെങ്കിൽ ഇത് ആൾമോസ്റ്റ് 20-25 വർഷത്തിന് മുമ്പേ ട്രിവാൻഡ്രം ബ്രാഞ്ച് തുടങ്ങി വെച്ച ഒരു പ്രോഗ്രാമാണ്. അന്ന് ലഗോറി സാറും ഡോക്ടർ അനന്തനാരായണനും കൂടെ ആയിരുന്നു കുറേ നാൾ ഈ പ്രോഗ്രാം കൊണ്ട് നടന്നത്. ഇപ്പൊ both of them, unfortunately, both of them are not there to see the progress this has made over the years. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ട്രിവാൻഡ്രം ബ്രാഞ്ച് നടത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള കോഴ്സായിരുന്നു. അന്ന് ഈ ഓൺലൈൻ കോഴ്സുകളോ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. എന്നാലും ഫിസിക്കലായിട്ട് ഈ കോഴ്സിന് വരാൻ വളരെ തിരക്കുണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. പ്രശാന്തായിരുന്നു ആ കോഴ്സ് അവസാനം ട്രിവാൻഡ്രം ബ്രാഞ്ചിന് വേണ്ടി സംഘടിപ്പിച്ചത്. അത് കഴിഞ്ഞ് സ്വപ്ന ഹാസ് കം ഫോർവേഡ് വിത്ത് so much of technology induction in this program. Even online courses and other components have been added on. I really congratulate her for taking this initiative and making it in line with other similar courses happening all over India. ഇതൊരു തുടക്കം മാത്രമാണ്. തീർച്ചയായിട്ടും it will continue to be popular. അപ്പോൾ ഇത് ഇനിയും ഇതിൽ ഡൈവേഴ്സിഫിക്കേഷൻ ബാക്കിയൊക്കെ വേണ്ടി വരും. ഒരു കണ്ടിന്യൂസ് പ്രോഗ്രാമായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. ഇവിടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെഡിക്കൽ ഗ്രാജുവേറ്റ്സിന്റെ ഫീഡ്ബാക്ക് to decide on how many hours has to be spent on each topic: anatomy, physiology, surgery, medicine, whatever. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എത്ര മണിക്കൂറാണ് ഓരോന്നിനും സ്പെൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഫീഡ്ബാക്ക് കുട്ടികളിൽ നിന്ന് തീർച്ചയായിട്ടും ആവശ്യമാണ്. അത് മാത്രമല്ല, ഈ എക്സാം കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ഈ ഗ്രൂപ്പ് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രീംലൈൻ ചെയ്ത് ഈ പ്രോഗ്രാം കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ കോഴ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. That will give us a lot of information as to how it has to be modified, what more has to be added on and all. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത നല്ലൊരു ശതമാനം കുട്ടികളും നീറ്റ് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സക്സസ്ഫുൾ ആയിട്ട് പാസ്സാകാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ ദി
നാഷണൽ ലെവലിൽ 1-2 റാങ്കുകൾ കിട്ടിയിരുന്ന കുട്ടികൾ പോലും ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദിസ് കോഴ്സ്. ആൻഡ് ഓഫ് കോഴ്സ് വി ഹാവ് ടു forge ahead much more, and with Sapna so much committed and sincere and technology savvy, I am sure that it will become one of the best courses in India. Wish you all the best. And I request there ഉള്ളൂ, എല്ലാ കുട്ടികളും ഇത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും IMA മെമ്പർമാരും കൂടെ ആകണം. And you have to in turn strengthen IMA also. Wish you all the best. Thank you so much, sir, for coming and guiding us. സാറാണ് പറഞ്ഞത്, സാറിന്റെ കുറെ ഐഡിയാസ് ആണ് നമ്മൾ ഇതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. സാർ ഹാസ് ടോൾഡ് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ടിപ്സ് എടുക്കണം എന്ന് പറഞ്ഞു. ഡെഫിനറ്റ്ലി നമ്മൾ ആ ഫീൽഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയും കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ഒരു ഗൈഡൻസ് അനുസരിച്ചിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ്. പിന്നെ നമ്മൾ അടുത്ത നമ്മുടെ വന്നിട്ടുള്ളതിൽ നമ്മുടെ ശ്രീജിത്തൻ കുമാർ സാർ ഉണ്ട്. പാസ്റ്റ് നാഷണൽ JDN ചെയർമാൻ ആണ്. സാർ 2 വാക്ക് പറയാമോ സാർ? Yeah, so good evening to all of you. I think, I'm not on the video because right now I was cycling and ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. എനിക്ക് 1-2 കാര്യം പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒരു സന്ദേശം. Everybody is equal. Anyone can achieve. It is not a question of ability or capability. It is only a question of hard work, perseverance, and commitment. So, if a Kerala Ranji Trophy culture for Kerala is definitely not the best team in India, not amongst the top 5. Virat is only on a Delhi culture. But Kerala Ranji Trophy if a finals culture more Kerala Vidarbha. That means anybody, നമ്മുടെ ആമയുടെ കഥ പോലെയാണ്. So everybody is capable. And if you ask me which is the best course, the best students ഏത് കോഴ്സിലുണ്ടോ അതാണ് ബെസ്റ്റ് കോഴ്സ്. It is not that ബാക്കിയോ ബാരോയോ. That is only because some of the best students go there. And who is the best student? It is not the student with the best IQ. It is not a topper. It is the student with dedication. Portfolio, alchemistry, parnamadi. If you ardently desire, it will happen. So, in the first day, then one tip നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ വേൾഡ് ചാമ്പ്യൻ മുഹമ്മദ് അലി, ബോക്സിംഗിലെ വേൾഡ് ചാമ്പ്യൻ മുഹമ്മദ് അലി used to say that even before I start the preparations for the world championship, I knew that I will be the world champion. So that is the single most important message I want to give you. Start on a very positive note. Dr. Swapna Varna Madri, don't think that ബാക്കിയുള്ളവർ മുമ്പിലാണ്. No, all of you can, all of you will. And I wish all of you the very best. Now, one word about നമ്മുടെ committee. Dr. Swapna is one of the most capable leader of IMA. She is very, very committed. She is very passionate. In fact, നിങ്ങൾ ആരെയും സ്വപ്ന കടത്തി ഉറക്കത്തില്ല. നിങ്ങൾക്ക് PG അഡ്മിഷൻ കിട്ടും എന്ന് സ്വപ്ന എൻഷുർ ചെയ്യും. അതുവരെ she will be after you and she will ensure that you also achieve your aim. And Dr. Bijon is another very important leader. Swapna may be a little strict. Bijon sir is very, very friendly. അതുപോലെ തന്നെ Dr. Kalpana, Dr. Sajit is one of the most important and key academicians of IMA. So this is a dream team. And ഇവിടെ വന്നിരിക്കുന്ന മാർത്താണ്ഡപിള്ള സാറാണ്. If suppose someone says that എനിക്ക് സമയമില്ല, I will just ask you. നമ്മളിപ്പോ മാർത്താണ്ഡപിള്ള സാറിന്റെ ജീവചരിത്രം പ്രസിദ്ധീകരിക്കും. അപ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. പക്ഷെ ചുമ്മാ ഒന്ന് സാറിന്റെ ആശുപത്രിയിൽ വിളിച്ചിട്ട് അല്ലെങ്കിൽ സാറിന് അറിയാവുന്ന ആൾക്കാർക്ക് സാറിന്റെ ഷെഡ്യൂൾ ഒന്ന് ചോദിക്കുക. I will not disclose his age. He is one of the most senior most members of IMA. Still, he works relentless 24 hours. The smallest meeting, he is there. The largest meeting, he is there. So if someone says, I don't have time, I just want to point out Dr. Marthandapilla, if he has time for everything, we all should have. ഞാൻ വീഡിയോ ഓൺ ചെയ്ത് എന്നെ കാണിക്കില്ല. പക്ഷെ എന്റെ വീഡിയോ ഓൺ ചെയ്ത് ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് 2 കാര്യം കൂടെ ഞാൻ കാണിച്ചിട്ട് ഞാൻ നിർത്താം. ഒരു മിനിറ്റ്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നിടത്ത് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. എന്റെ തൊട്ട് മുമ്പിൽ 2 ബോർഡുണ്ട്.
ഒന്ന് താഴെ പെനി ഐസ്ക്രീമാണ്, മുകളിൽ ജിമ്മാണ്. So it is your choice whether you want to choose the ice cream or whether you want to choose the gym. പക്ഷെ ഞാൻ ഒരു വലിയ നിമിത്തം പറയട്ടെ, ഞാനിപ്പോ നിൽക്കുന്നതിന്റെ നേരെ എതിരെ ഒരു വലിയ ദേവാലയമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. And I'm sure that all of you will do very, very good. I wish the committee and also all the students all the very best. Thank you. Jai. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Now I see Jaykrishnan sir is there. Sir, ഒരു വാക്ക് പറയാവോ sir? Jaykrishnan sir is a past state president. State President, Dr. Swapna, Bijon, Marthandavula sir, all the candidates who are attending this program. എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള, ഫസ്റ്റ് ഓഫ് ഓൾ ഐ കൺഗ്രാജുലേറ്റ് ഈ ടീമിനെ. കാരണം ഈ പറഞ്ഞതുപോലെ ഇവിടെ സ്വപ്ന, ബിജോൺ, കൽപ്പന അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വലിയ ടീം തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. വളരെ ശക്തമായിട്ട് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ കേപ്പബിൾ ആയിട്ടുള്ള ടീമാണ്. ഓൾറെഡി തന്നെ ഡോക്ടർ ബിജോണിന്റെ ഇതിലൊരു റെസിഡൻഷ്യൽ പ്രോഗ്രാം നമ്മൾ പെരിയാർ ഹൗസിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിനേക്കാളും ഒരു കൂടുതൽ റീച്ചോട് കൂടി ഈ ഓൺലൈൻ പ്രോഗ്രാം മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇതിന്റെ പ്രോസ്പെക്ട്സിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം ഒരു പ്രോഗ്രാം എവിടെ പ്ലേസ് ചെയ്യുന്നു കൂടി നമ്മൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഓരോ ടോപ്പിക്കിന്റെ വളരെ ഇൻഡെപ്ത് ഡീറ്റെയിൽസിലേക്ക് കിടക്കാതെ ഒരു റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പല പ്രോഗ്രാംസിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കും കൂടി പങ്കെടുക്കുന്ന രീതിയിലേക്ക് ഈ പ്രോഗ്രാം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ആൾക്കാരും ഓൾറെഡി പല പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് അവർക്കൊരു റിവിഷൻ പോലെയാവും, പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു സെൻസിറ്റൈസേഷൻ ആവും. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ഷെഡ്യൂൾ ഇതിൽ കൊണ്ടുവരികയും എല്ലാ മാക്സിമം ടോപ്പിക്സ്, ചെറിയ ചെറിയ ടോപ്പിക്സ് ഉൾപ്പെടെ എല്ലാം കവർ ചെയ്തിട്ട് ഇപ്പോഴത്തെ എക്സാം ബേസ്ഡ് ഒരു രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്കൊരു സജഷൻ ഉള്ളത്. ഇവിടെ ഇന്ന് ഇത് പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. Okay, thank you, sir. Thank you so much, sir. Sir, actually it's an inspiration to all. അതുപോലെ നമ്മുടെ അടുത്തത് നമ്മുടെ സുഗതൻ സാറുണ്ട്. സുഗതൻ സാറിനെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് സാറ് JDN ചെയർമാൻ ആയിരുന്നപ്പോഴാണ് നമ്മളിത് ആക്ച്വലി നല്ല രീതിയിൽ നമ്മളിത് നടത്തിയ. സാറിന്റെ സപ്പോർട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ സച്ച് എ യെസ് ചെയർമാൻ. സാർ രണ്ട് വാക്ക് പറയുമോ സർ? സുഗതൻ സാർ is there. Okay. Thank you, Dr. Swapna, for the opportunity. Actually, you are a task master. I should say task mistress. And along with the task master, Dr. Bijon Johnson, because you had been very, as remarked by Dr. Srijit, you have been perseverant for conducting this entrance coaching, online entrance coaching, and I think Bijon is having a physical mode program in Periyar House. So I wish all the very best to the program, and I am very delighted to see the progress of this program in this year too. Thank you. JMA Jai. താങ്ക് യു സർ. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിജോൺ സാറിന്റെ ദിവകം നല്ലൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സ്കറിയ സാറ് ഉണ്ട്, നമ്മുടെ ഫാക്കൽറ്റീസ് ഉണ്ട്. സാറ് നമ്മുടെ മെഡിസിൻ സാറാണ്. സോ സാറിന്റെ ക്ലാസ്സുകളിൽ നിന്ന് ഏകദേശം 15 ക്വസ്റ്റ്യൻസോളം കഴിഞ്ഞ പ്രാവശ്യം വന്നത്. സോ സാർ ഹാസ് പ്രിപ്പയർഡ് വെരി വെൽ ദിസ് ഇയർ ടു. 3 ക്ലാസ്സിൽ നമുക്ക് കിട്ടുള്ളെങ്കിലും മെഡിസിൻ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ക്ലാസ്സുകൾ വെക്കാം. സാറിന്റെ ക്ലാസ്സുകൾ അത്രമാത്രം നമുക്ക് യൂസ്ഫുൾ ആണ്. ആൻഡ് ഐ സി സർ ഓൾസോ ഹിയർ. സാർ ഇസ് എൻ ഇൻസ്പിറേഷൻ. പിന്നെ നമ്മുടെ ഗോപികുമാർ സാറുണ്ട്. പിന്നെ നമ്മുടെ ട്രഷറർ റോയ് ആർ ചന്ദ്രൻ സാറുണ്ട്. റോയ് സർ കേൾക്കാവോ? സാറിന്റെ സർ വെരി യങ് ആൻഡ് എനർജറ്റിക് ട്രഷറർ ഓഫ് IMA KSB. സുദർശൻ കൂടിയുണ്ട് വൈസ് പ്രസിഡന്റ്. സുദർശൻ സാർ, നമ്മുടെ സുദർശൻ സാറുണ്ട്, നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ആണ്. സാർ രണ്ട് വാക്ക് പറയോ? സാർ ഇസ് എ സൈക്യാട്രിസ്റ്റ് ഫ്രം തൊടുപുഴ. വൈസ് പ്രസിഡന്റ്. സോറി സർ, വൈസ് പ്രസിഡന്റ്. നമ്മുടെ സർ കേൾക്കുന്നുണ്ടോ സർ? സുദർശൻ സർ മിക്സ് ഓൺ വൈസ് പ്രസിഡന്റ് ആണ്. സാർ ഒരു 2 വാക്ക് ഇൻസ്പിറേഷണൽ ആയിട്ട് കുട്ടികൾക്ക്. Good evening, presidents, senior IMA members,
ഇതിന്റെ ബാക്ക് ബോണും ബ്രെയിനുമായ മാഡം സ്വപ്ന, ബിജോൺ സാറ്, പിന്നെ ഒരു പുതിയ മുഖമായ കൽപ്പന, അങ്ങനെ തുടങ്ങിയ എല്ലാവരുടെയും മനോമുഖരത്തിൽ വരുന്ന ഇതിന് എല്ലാ ഭാവുകളും നേരുന്നു. കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്നിനും ടെൻഷൻ അടിക്കേണ്ട. ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന കസേരയിൽ നാളെ നിങ്ങൾ തീർച്ചയായിട്ടും വരും. അതിനുള്ള എല്ലാ നിങ്ങളുടെ ഓൺലി ഡെഡിക്കേഷൻ ആൻഡ് സ്പെൻഡ് യുവർ ടൈം ഫോർ ഇറ്റ്. അൺനെസറി ആയിട്ട് ടെൻഷൻ അടിക്കരുത്. ഡോണ്ട് ബി ദാറ്റ് മച്ച് ആങ്ഷ്യസ്, ഡോണ്ട് ബി ദാറ്റ് മച്ച് enthusiastic ഓൾസോ. സ്പെൻഡ് യുവർ ടൈം ഫോർ ദിസ്, കോൺസെൻട്രേറ്റ് ഓൺ ഇറ്റ്. ഓൾ മൈ ബെസ്റ്റ് വിഷസ്. നാളെ നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ സുദർശൻ ജയ് IMA. താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു സർ. നമ്മുടെ ഗോപി ഉമാർ സാറുണ്ട്. സാർ നമ്മുടെ പാസ്റ്റ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ സാർ മെമ്പർഷിപ്പ് പ്രൊമോഷന്റെ ചെയർമാൻ ആണ്. സാർ 2 വാക്ക് പറയൂ. Okay. I'm audible, right? യെസ് സർ, യെസ് സർ, വെരി മച്ച് ഓഡിബിൾ. Yeah. Good evening, respected State President and galaxy of leaders and my dear students. ശരിക്കും പറഞ്ഞാൽ IMAയുടെ ഈ കൊല്ലത്തെ എന്നല്ല, കുറച്ച് കാലമായിട്ട് തന്നെ IMA യങ്സ്റ്റേഴ്സിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളിലും ഒന്നായിട്ട് തുടങ്ങിയതാണ്. നേരത്തെ മാർത്താണ്ഡപിള്ള സൂചിപ്പിക്കുകയുണ്ടായി ഈ എൻട്രൻസ് കോച്ചിങ് തുടങ്ങിയ അതിന്റെ ചരിത്രത്തെക്കുറിച്ച്. ഞാൻ മനസ്സിലാക്കുന്നു ഇതൊരു ക്രാഷ് പ്രോഗ്രാം ആണ്. സോ ഇറ്റ് മസ്റ്റ് ബി സ്ട്രക്ചേർഡ് ഇൻ ദാറ്റ് ഫാഷൻ. പ്രോബ്ലി ദാറ്റ് വിൽ ബി ഡൺ ബൈ സ്വപ്ന, ബിജോൺ, കൽപ്പന ആൻഡ് ടീം. ഏറ്റവും നല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും നല്ല ഒരു ടീമിനെയാണ് ഈ ജോലി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം ഉതകുന്ന രീതിയിലായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ക്രാഷ് പ്രോഗ്രാമാണ്, ചുരുങ്ങിയ കാലയളവാണ്. അതുകൊണ്ട് കോൺസെൻട്രേറ്റ് ആൻഡ് സ്റ്റഡി. വേറെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. എനിക്കൊരു ചെറിയ അപേക്ഷയുണ്ട്. മെമ്പർഷിപ്പ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരും IMA മെമ്പർമാരാകണം. അതിനും കൂടെ ഈ കമ്മിറ്റി ശ്രമിക്കണം എന്നുള്ള ഒരൊറ്റ അപേക്ഷ മാത്രം. മെമ്പർഷിപ്പ് കൂട്ടുന്നതിനുള്ള ശ്രമം കൂടി നടത്തണം എന്നുള്ള ഒരു അപേക്ഷ മാത്രം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. ദീസ് സ്റ്റുഡൻസ് ഇനിയും നമ്മൾ ഒരുപാട് പേരുണ്ട്, അവർ ജോയിൻ ചെയ്യാനും ഉണ്ട്. ദേ വിൽ ഓൾ ബ്രിങ് ന്യൂ മെമ്പേഴ്സ്. താങ്ക് യു സർ. നമുക്ക് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ആയി. നമ്മുടെ മോഹൻ റോയ് സർ കേൾക്കാവോ സർ? ഒരു വാക്ക് പറയൂ സർ. മോഹൻ റോയ് സർ, ഹെഡ്ക്വാർട്ടേഴ്സ് ജോയിന്റ് സെക്രട്ടറി. റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. സോ ഐ തിങ്ക് വി ആർ കമ്മിങ് ടു ദി എൻഡ്. നമുക്ക് എനിക്ക് തോന്നുന്നു സാർ ഫാക്കൽറ്റി. Thank you, sir. Thank you, sir, for coming. Sir is a ardent supporter of young doctors. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു വാക്ക് ബിജോൺ സാറിലോട്ട് പോകുന്നതിന് മുമ്പ് ഐ റിക്വസ്റ്റ് സ്കറിയ സർ ടു സേ എ ഫ്യൂ വേർഡ്സ്. സാറാണ് ഈ ഒരു കോഴ്സ് തുടങ്ങാനായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. സാറിന്റെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും തുടങ്ങാൻ പറ്റത്തില്ലായിരുന്നു. സർ ഹാസ് ഗോട്ട് 2 PGs, മെഡിസിനും ഫാർമക്കോളജിയിലും സാർ MD എടുത്തിട്ടുണ്ട്. സാർ എൻട്രൻസ് എഴുതുന്നതിൽ വളരെ എക്സ്പേർട്ട് ആണ്. സാർ 2 വാക്ക് പറയാവോ സർ? സർ അല്ലാന്ന് തോന്നുന്നല്ലോ സർ. Yes sir. Yes, Dr. Swapna. Yes sir. Yes sir. Thank you sir. Thank you, I'm sir. happy that we are continuing the course, and I'm thankful to IMA for giving me this opportunity. And സ്റ്റുഡൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒരു കാര്യമേ ഉള്ളൂ. ബിക്കോസ് ദിസ് ഈസ് എ ക്രാഷ് കോഴ്സ്. ഓൾ ഓഫ് യു നോ ദാറ്റ് വി ഹാവ് വെരി ലിമിറ്റഡ് ക്ലാസ്സസ്. എല്ലാ സബ്ജക്റ്റും 2-3 ക്ലാസ്സേ ഉള്ളൂ. സോ എല്ലാവരും വായിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വരിക. അപ്പം നിങ്ങൾക്ക് ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു റെഗുലർ ബാച്ച് നടത്തിയായിരുന്നു. അന്ന് നമുക്ക് ഓരോ മെഡിസിനൊക്കെ തന്നെ 12, 13, 14 ക്ലാസ്സസ് എടുത്തായിരുന്നു. അപ്പം വി കുഡ് ഡീൽ വിത്ത് ഈച്ച് ടോപ്പിക് ഇൻഡിവിജ്വലി. ഇപ്പം നല്ലതായിരുന്നു. പക്ഷെ ഇപ്പം സമയം ഇല്ലാത്തതുകൊണ്ട് വി ആർ ജസ്റ്റ് ക്രാഷ് കോഴ്സ് ആണ്. സോ ഇറ്റ് ബി ലൈക്ക് ആരോ നമ്മുടെ സീനിയർ സാർമാർ പറഞ്ഞ പോലെ ഇറ്റ്സ് ലൈക്ക് എ റിവിഷൻ. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു വിൽ റീഡ് the topics well and come, so that we can have a fruitful discussion, and it will be very useful to you, because we have the best faculty in this course, and previously also we had the best faculty. So students എല്ലാവരും നല്ലൊരു എഫേർട്ട് ഇടുവാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു റിസൾട്ട് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് ഐ ഹോപ്പ് ഓൾ ഓഫ് യു വിൽ prepare well and come, and we'll see you in the first class. Okay, thank you, Swapna. Thank you, sir. Actually, thank you, sir. നമ്മുടെ റോയ് സർ ഒരു 2 വാക്ക് പറയൂ സർ. നമ്മുടെ ട്രഷറർ റോയ് സർ is there.
Sir, before winding up, please. Sir, കേൾക്കുന്നില്ല തോന്നുന്നു. ഇത് മെസ്സേജ് ഇട്ടിരുന്നു. മെസ്സേജ് ഇട്ടിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നമ്മുടെ ക്ലാസ്സിൽ ഐ ഹാവ് ഡ്യൂട്ടി. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗൈഡൻസ് തരാനായിട്ട് നമ്മുടെ ബിജോൺ സാർ ഉണ്ട്. സാർ ആവുമ്പോഴേക്കും ഷീ ഈസ് വെരി പേഷ്യന്റ്. അതുപോലെ നമുക്ക് അതിനു മുമ്പ് നമുക്ക് ഫോർമൽ ഫംഗ്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്തിട്ട് സാറിന്റെ ഇതിലോട്ട് പോകാം. കൽപ്പന മാഡം ഒരു 2 വാക്ക് പറയൂ. കൽപ്പന മാഡത്തിന് ഇന്ന് GB ആണ്. സാർ മാഡം ഇടയ്ക്ക് കയറാന്ന് പറഞ്ഞിരുന്നു. മാഡം കേൾക്കുന്നുണ്ടോ മാഡം? നേരത്തെ കയറിയിരുന്നല്ലോ. സൗണ്ട് ഇപ്പോഴും ഉണ്ട്, പക്ഷെ എനിക്ക് മാഡം മ്യൂട്ട് ചെയ്യുന്നില്ല. പിന്നെ ഇടയ്ക്ക് മാഡം കയറുമായിരിക്കും. ഇനി സജിത് സർ ഒരു വോട്ട് ഓഫ് സുൽഫി സർ ഈസ് ദാർ. സുൽഫി സർ ഹാസ് കം. സർ ഒരു JDN നമ്മുടെ സംസ്ഥാന ചെയർമാൻ ആണ്. സർ 2 വാക്ക് പറയൂ സർ. സുൽഫി സർ. Yeah, Sulfi okay. sir. I cannot Yes, sir. open my video. Yes, yeah. sir. Yes, sir, please, sir. Anyway, ഞാൻ മറന്നുപോയി മീറ്റിംഗിന്റെ കാര്യം. വെരി സോറി. സോ ഇപ്പൊ ഞാൻ മെസ്സേജ് കണ്ടപ്പോഴാണ് ഞാൻ മീറ്റിംഗിലോട്ട് കയറിയത്. എനിവേ, ദിസ് ഇസ് എ വെരി നോബിൾ വെഞ്ചർ. അറിയാലോ നമുക്ക് ഈ ഒരു വിഷയത്തിൽ, എസ്പെഷ്യലി ഡോക്ടേഴ്സിന്റെ വിഷയത്തിൽ ഈ ഒരു കാര്യം വളരെയധികം ഒരു പ്രോഗ്രാം കഴിഞ്ഞ തവണയൊക്കെ സാറിന് റേഞ്ച് വളരെ പോകുന്നു. സർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലായിരുന്നോ? സർ മ്യൂട്ട് അല്ല, പക്ഷെ സാറിന് റേഞ്ച് ഇല്ല. Okay, കേൾക്കാൻ anyway, all the പറ്റുന്നില്ല best, സർ all the പറയുന്നത്. best, all the best, all the best. കേൾക്കാൻ If you can ചെറിയ hear. ഒരു ഓക്കെ 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 ശരി. സർ എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. സ്വപ്ന, യെസ്, കൽപ്പന മാഡം good 2 evening, വാക്ക് പറയൂ മാഡം. Sridhasan sir. Good evening, sir. Good evening, senior leaders and Swapna. എനിക്ക് കുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. 3 months എന്ന് പറഞ്ഞ് നമ്മൾ ഉഴപ്പരുത്. ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ് ഉഴപ്പരുത്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഫസ്റ്റ് ചാൻസ് എപ്പോഴും ഭയങ്കര ഒരു എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ചാൻസ് ഫസ്റ്റ് ചാൻസ് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാം. നിങ്ങൾക്ക് നല്ല ഹെക്ടിക് ഷെഡ്യൂൾസ് ആണെന്നറിയാം, ഇപ്പോഴത്തെ ഹൗസ് ഏജൻസിയുടെ കാര്യമൊക്കെ അറിയാം. എന്നിരുന്നാൽ പോലും കിട്ടുന്ന സമയം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. എന്ന് പറഞ്ഞ് കിട്ടിയില്ല എന്ന് വിഷമിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ എഫേർട്ട് ഇട്ട് നിങ്ങൾ ആക്ച്വലി നിങ്ങളെ തന്നെ ഒരു ജഡ്ജ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ്. ഓരോ എക്സാംസ് ഇവർ എനിക്ക് തോന്നുന്നു റിവ്യൂ എക്സാംസ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും നിങ്ങൾ അത് വെച്ച് നോക്കണം, എങ്ങനെയാണ് നിങ്ങൾ ഇതുവരെ എത്തുന്നുണ്ട്, നിങ്ങൾ പഠിക്കുന്നത് ആപ്റ്റ് ആണോ മതിയോ എന്നൊക്കെ നോക്കണം. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. സജിത് സാറിന് വോട്ട് ഓഫ് താങ്ക്സ് പറയാമോ സർ? ബിജോൺ സാറിന് അടുത്ത ക്ലാസ്സിലോട്ട് പോവാം. ബിജോൺ സാറിന്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് കുഞ്ഞുങ്ങൾക്ക്. സോ നമ്മൾ സാറിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് സജിത് സർ ഷാജു മാത്തൻ സർ. Yeah, good evening, State President and all senior leaders and students. ഈ പരിപാടി നമ്മൾ ആദ്യത്തെ സ്വപ്ന ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാം നമ്മൾ 3 years മുമ്പേ പെപ്സിന്റെ ത്രൂ ആണ് നമ്മൾ ചെയ്തിരുന്നത്. I was associated with it and we had a very good response. So my all the best to the team, students and the teachers, especially Skaria sir. എനിക്ക് തോന്നുന്നു അന്ന് 3 കൊല്ലം മുമ്പേ തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ക്ലാസ് സ്കറിയ സാറിന്റെ ആയിരുന്നു. And students were very much happy with his classes. So all the best to everyone. Thank you very much. താങ്ക് യു സർ. താങ്ക് യു. ഈ സജിത് സാർ ഔട്ട് ആയി തോന്നുന്നു. സജിത് സാർ ഉണ്ടോ സർ? സർ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാവോ? സർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു.
ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ആക്ച്വലി വൈൻഡപ്പ് അല്ല, ക്ലാസ് ഉണ്ട്. നമ്മുടെ ബിജോൺ സാറ് എങ്ങനെയാണ് ആപ്പ് യൂസ് ചെയ്യേണ്ടതെന്നും ബാക്കി നിങ്ങളുടെ ഡീറ്റെയിൽസും പറയാം. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ. നിങ്ങൾ ക്ലാസ് മിസ് ചെയ്തെന്ന് പറഞ്ഞ് പേടില്ല, വിഷമിക്കുകയും വേണ്ട. നിങ്ങൾ ക്ലാസ്സുകൾ പരീക്ഷ വരെ കാണാനുള്ള എല്ലാ രീതിയിലുള്ള ടെക്നോളജിക്കൽ ഇതും ടെക്നിക്കലി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ ക്ലാസ്സുകളുടെ ലൈവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് ചാറ്റ് ബോക്സിൽ ലൈവായിട്ട് നിങ്ങൾ ആൻസർ ഇടുകയാണ്. അപ്പൊ നിങ്ങളുടെ സ്റ്റാൻഡും ബാക്കിയുള്ള കുട്ടികളുടെ ആ ഒരു ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ലൈവ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ നമ്മൾ എപ്പോഴും ലാസ്റ്റ് വരെയും ലൈവ് അറ്റൻഡ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യും. ലൈവ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നമുക്ക് നേരത്തെ 206 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നതിൽ ഏകദേശം 200ഓളം സ്റ്റുഡൻസ് കയറി കഴിഞ്ഞു. പല PGസിലും PG സ്റ്റേജ് കിട്ടി കയറി. അപ്പൊ അവർക്ക് കിട്ടുന്നത് ചിലർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കും, ദൂരെ ആയിരിക്കും. പിന്നെ അത് ഇഷ്ടപ്പെട്ടതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത കുറച്ച് കുട്ടികളാണുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നടത്തിയ ക്ലാസ്സിലും ഇതുപോലെ തന്നെയാണ്. നമുക്ക് അങ്ങനെ ആരും അധികം വെളിയിൽ നിൽക്കുന്നില്ല, വളരെ കുറച്ച് കുട്ടികൾ. അത് നിൽക്കുന്നവർ ഈ പറയുന്ന പോലെ അന്ന് ഫസ്റ്റ് ചാൻസിൽ എഴുതിയ കുട്ടികൾ, പിന്നെ ആയിട്ട് ക്ലാസ്സിൽ കയറിയ കുട്ടികളുണ്ട്, ഫൈനൽ ഇയർ ഇന്റേൺസ്, അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇപ്പോൾ വീണ്ടും ഇത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നമുക്കിതിൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. നല്ല രീതിയിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോ 100 ദിവസം ഞാൻ എണ്ണി പറയണോ, 100 ദിവസമേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ച് ചെയ്യുക. നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. എപ്പം എനിക്ക് തോന്നുന്നു എപ്പം വിളിച്ചാലും എപ്പം മെസ്സേജ് ഇട്ട് ഞാൻ എനിക്ക് പറ്റുന്നത് എനിക്ക് തോന്നുന്നു റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ബിജോൺ സാർ 24/7 സാറ് നിങ്ങൾക്ക് സപ്പോർട്ടാണ്. അപ്പം അതുകൊണ്ട് നേരത്തെ ഞാൻ നമ്മളെ ഈ പരിപാടി കാണാൻ ഞാൻ എത്തിയ നമ്മുടെ ശ്രീനിവാസൻ സാറിനും, അതുപോലെ മാർത്ത ഡബ്ല സാർ, ശ്രീജിത്തൻ കുമാർ സാർ, സുൽഫി സാർ, ഗോപികുമാർ സാർ, സോദൻ സാർ ആൻഡ് സുദർശൻ സാർ, മോൻ റോയ് സാർ, പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റേറ്റ് ട്രഷറർ റോയ് സാർ. അപ്പൊ അതുപോലെ എല്ലാവർക്കും വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് ക്ലാസ്സിലോട്ട് ഇത് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് ജോൺ സാറിന് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ബിജോൺ സാർ. ഗുഡ് ഈവനിങ്. താങ്ക് യു ഡോക്ടർ സർജൻ ആണ്. യെസ് സർ, ഹി ഈസ് എ പീഡിയാട്രിക് സർജൻ and he is very passionate about entrance and he has lot of ideas. Sir, over to you, sir. താങ്ക് യു സ്വപ്ന. ഫസ്റ്റ് ഓഫ് ഓൾ കേൾക്കാമോ സർ? കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാം. 1 മിനിറ്റ് നമ്മുടെ കേൾക്കാം സർ. നമ്മുടെ സ്റ്റാഫിനോട് കാര്യം പറഞ്ഞോട്ടെ. ഐ തിങ്ക് ദിസ് സൂം ഈസ് റെക്കോർഡഡ്, ബട്ട് അത് യൂട്യൂബ് ചാനൽ റെക്കോർഡിംഗ് അത് സ്ട്രീമിംഗ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. യൂഷ്വലി വി സ്ട്രീം ദ വീഡിയോ. അത് ഓക്കെ ആണെന്ന് തോന്നുന്നു. റോയ് is okay? Is it okay? Yes, I think it is okay. So, Bijon sir, over to you, sir. താങ്ക് യു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ വീഡിയോ ഓഫ് ആക്കാം. ചിലപ്പോൾ റേഞ്ച് പ്രോബ്ലം ആയിട്ടേ ക്ലാരിറ്റി പോയാലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പൊ എന്നെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്തത്, കാണാത്തവർക്ക് എന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് കടക്കണേക്ക് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ താങ്ക് IMA Kerala State Branch, especially Srivilasan sir, for entrusting me this huge task. And sir has given me a good team in Dr. Swapna, Dr. Kalpana and Sajid sir. And we assure you that we will do our level best. Okay. So, ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് തുടങ്ങാം. ഒന്ന്, ഹൗസ് സെൻസ് അല്ലാണ്ട് ഇതിന്റെ ഹൗസ് സെൻസ് കഴിഞ്ഞിട്ട് ഇതിന് ഇരിക്കുന്നവരോടുള്ള ഒരു റിക്വസ്റ്റ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, നമുക്കൊരു 14 hours per day പഠിക്കണം. മനസ്സിലായോ? അതിന് ഞാൻ പറയണത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചൈൽഡിഷ് ആയിട്ട് തോന്നിയാലും ഞാനൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിൾ പ്രകാരം ഇരുന്ന് പഠിച്ചാൽ അത് കിട്ടുള്ളൂ. കാരണം 14 hours per day വെച്ചിട്ട് നമ്മളൊരു 100 days പഠിച്ചാലാണ് ഒരു 1400 hours എങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊരു നെയിം സേക്കിന് ഒരു കോഴ്സിന് ചേർന്നു, 5000 അല്ലെങ്കിൽ ഒരു 7000 സ്പെൻഡ് ചെയ്തു, എന്നിട്ട് അൾട്ടിമേറ്റ്ലി ആ 7000 ലോസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അപ്പൊ ഇത് പലരും 1 കൊല്ലം 1.5 കൊല്ലം 2 കൊല്ലമൊക്കെ ഇരുന്ന് സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് ആണ് പലരും എഴുതണം. അവരായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു ടൈം പരിമിതിയിൽ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. 30 classes ആണ്. അതിൽ ഹൈ yielding സബ്ജക്ട്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ക്ലാസ്സസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എല്ലാവരുടെ കയ്യിലും പാനും പേപ്പറും ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഇല്ലാത്തവർ അതൊന്നൊരു പാനും പേപ്പറും ഒന്ന് എടുത്ത് വെച്ചോളൂ.
ഞാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ചെറിയൊരു എക്സസൈസ് നമുക്ക് ചെയ്യാനായിട്ട് തരും. എന്താണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കണം എന്നുള്ളത് ആ എക്സസൈസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പെനും പേപ്പറും റെഡി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പ്രകാരം ഒന്ന് ചെയ്യാം. അതേപോലെ അതിന് മുമ്പ് ആ പേപ്പർ പെനും റെഡി ആവുന്നവരെ ഞാനൊരു ടൈം ടേബിൾ, ചിലർ രാവിലെ നേരത്തെ എനിക്ക് പഠിക്കുന്നവർക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ട്, നേരം വൈകി എണീക്കുന്നവർക്ക് വേണ്ടി, അങ്ങനെ 2 ടൈപ്പ് ഓഫ് ടൈം ടേബിൾ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് ഏതാണ് ഫിറ്റ് ആവണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ബേസിക് ആയിട്ട് 3.5 hours 4 സെഷൻ ഒരു ദിവസം നിങ്ങൾ സംഘടിപ്പിക്കണം. 3.5 hours into 4 14 hours, 6 hours ഉറങ്ങാനും പിന്നെ 4 മണിക്കൂർ ഇഷ്ടപ്രകാരം ബാക്കിയുണ്ട്. അത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസിനും എന്റർടൈൻമെന്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ്. ഒരു 6 മണിക്കൂർ ഡെഫിനറ്റ് ആയിട്ട് ഉറങ്ങണം കേട്ടോ. 24 hours ഞാൻ സ്പ്ലിറ്റ് ചെയ്യണത് ഇങ്ങനെയാണ്. അതിൽ നേരത്തെ എണീക്കണവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ്. ഒരു 4 o'clock എണീക്കുക, ഒന്ന് ഫ്രഷ് ആയിട്ട് 4:30 to 8 ഒരു ഫസ്റ്റ് സെഷൻ 3.5 hours ഇരിക്കുക. പിന്നെ ഒരു 1 hour ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് 9 to 12:30 സെക്കൻഡ് സെഷൻ 3.5 മണിക്കൂറിൻ്റെ. വീണ്ടും 1 hour ഒരു ലഞ്ച് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് 1:30 to 5 തേർഡ് സെഷൻ എടുക്കുക. പിന്നെ ഒരു 1.5 hours ഒരു ഈവനിങ് ബ്രേക്ക്. അത് പറ്റുന്ന വെച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ ബാക്കി റുട്ടീൻ ആക്ടിവിറ്റീസും പേഴ്സണൽ ഹൈജീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഡിന്നറും കൂടെ കഴിച്ച് എന്നിട്ട് ഒരു 6:30 to 10 ഫോർത്ത് സെഷനും 10 മണിക്ക് എടുക്കുക എന്നുള്ളത് ആണ് ഒരു സെഷൻ. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ചിലർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഇത് ശീലമില്ല, 4 മണിക്ക് എനിക്ക് ശീലമില്ലാത്തവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. 4 മണിക്ക് എനിക്ക് 4:30 തൊട്ട് 8 മണി ഒരു ഫസ്റ്റ് സെഷൻ, പിന്നെ 1 hour ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്, പിന്നെ 9 to 12:30 സെക്കൻഡ് സെഷൻ, പിന്നെ 1 hour ലഞ്ച് ബ്രേക്ക്, പിന്നെ 1:30 to 5 തേർഡ് സെഷൻ, പിന്നെ ഒരു ഈവനിങ് ആൻഡ് ഡിന്നർ ബ്രേക്ക് ഒരു 1.5 മണിക്കൂർ എടുത്തോളൂ. അത് കഴിഞ്ഞ് 6:30 to 10 10 മണിക്ക് കിടന്നുറങ്ങുക എന്നുള്ളത് മനസ്സിലായി. ഞാൻ ഈ ഒരു ഇതിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. കാരണം രാവിലെ സമയങ്ങളിൽ വലിയ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ആരും തന്നെ നിങ്ങളുടെ ഫോണിലോ മെസ്സേജ് അയച്ചൊന്നും ശല്യപ്പെടുത്തില്ല. ശാന്തമായ സമയമായിരിക്കും, തണുപ്പായിരിക്കും. ഇപ്പോൾ വേനൽ തുടങ്ങാൻ പോവാണ്, നമ്മളിപ്പോൾ പീക്ക് വേനലിലാണ് പഠിക്കാൻ പോകുന്നത്. പുലർച്ചെ സമയങ്ങളിലൊക്കെ കുറച്ച് കംഫർട്ടബിൾ ടെമ്പറേച്ചറിൽ ഇരുന്ന് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് അത്ര ബുദ്ധിമുട്ടുള്ളവരെ സംബന്ധിച്ച് ഞാനൊരു ലേറ്റ് റൈസേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് 8 മണിക്ക് എണീക്കുക, ഒരു 1 hour ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് എടുത്തിട്ട് 9 to 12:30 ഫസ്റ്റ് സെഷൻ എടുക്കുക. പിന്നെ ഒരു 1 hour ലഞ്ച് ബ്രേക്ക് എടുത്തിട്ട് 1:30 to 5 വരെ സെക്കൻഡ് സെഷൻ എടുക്കുക. വീണ്ടും ഒരു ഈവനിങ് ബ്രേക്ക് ഒരു 1.5 മണിക്കൂർ എടുത്ത് 6:30 to 10 തേർഡ് സെഷൻ എടുത്ത് ഒരു ഹാഫ് ആൻ അവർ ഒരു ചെറിയ ബ്രേക്ക് എടുത്തോളൂ, എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ കഴിക്കാനായിട്ട്. എന്നിട്ട് 10:30 to 2 AM വരെ ഫോർത്ത് സെഷൻ എടുക്കുക. 2 മണിക്ക് കിടന്നുറങ്ങുക. അപ്പോഴും 8 മണി വരെ 6 മണിക്കൂർ ഉറങ്ങാൻ പറ്റും. പലരും ഇപ്പോഴത്തെ ജനറേഷന് ഇതാണ് കൂടുതൽ താല്പര്യം എന്ന് തോന്നുന്നു. അതിനനുസരിച്ച് അത് മുന്നോട്ട് പോവാം. നമ്മൾ പേപ്പറും പേനും എടുത്തോ? അങ്ങനെയാണെങ്കിൽ എടുത്തവര് ഒന്ന് ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യൂ. എല്ലാവരും ഒരു സർക്കിൾ വരയ്ക്കൂ. സർക്കിൾ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കൂ. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരു ഓവൽ വരയ്ക്കൂ. ഓവൽ വരച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കൂ. ഇനി ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഒരു കർവ്ഡ് ലൈൻ വരയ്ക്കൂ. വീണ്ടും ഒരു ഓവൽ വരയ്ക്കൂ. വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കൂ. അപ്പൊ ടോട്ടലി 3 സർക്കിള്, 2 ഓവല്, ഒരു സ്ട്രെയിറ്റ് ലൈന്, ഒരു കർവ്ഡ് ലൈൻ. ഇപ്പൊ എന്തായിട്ടാ നിങ്ങൾക്ക് തോന്നണേ? ആ പടത്തിന് എന്തെങ്കിലും അർത്ഥം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്?
ഒരു മുഖത്തിന്റെ പടം കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതേപോലെ ഫസ്റ്റ് സർക്കിള്, പിന്നെ സ്ട്രെയിറ്റ് ലൈൻ മൂക്കിന്റെ സ്ഥാനത്ത്, കണ്ണിന്റെ സ്ഥാനത്ത് ഒരു ഓവല്, പിന്നെ അടുത്ത സർക്കിള് കണ്ണിന്റെ കൃഷ്ണമണി, പിന്നത്തേതൊരു കർവ്ഡ് ലൈൻ, അത് മുഖത്തിന്റെ. അത് നിങ്ങൾ എങ്ങനെ വരയ്ക്കണമെന്നനുസരിച്ചിരിക്കും. കർവ് മോളിക്കാണെങ്കിലോ കർവ് താഴേക്കാണെങ്കിലോ അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പോലെ അനുസരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി പോലെ ഇരിക്കും. ഒരു ജോയ്ഫുൾ പേഴ്സൺ ആണെങ്കിൽ ഞാൻ വരച്ച പോലെ ആയിരിക്കും. കുറച്ച് സീരിയസ് ക്യാരക്ടർ ആണെങ്കിൽ തിരിച്ചായിരിക്കും വരച്ചിട്ടുണ്ടാവുക. പിന്നെ മറ്റേ കണ്ണിന് ഓവലും സർക്കിളും. ഞാനിത് എന്തിനാ ചെയ്യിപ്പിക്കണമെന്ന് വെച്ചാല്, ഈ നമ്മളെല്ലാവരും കലാകാരന്മാരാണ്, നമുക്കെല്ലാവർക്കും വരയ്ക്കാൻ അറിയാം. പക്ഷെ അത് എവിടെ എന്തൊക്കെ വരയ്ക്കണമെന്ന് പലപ്പോഴും പലരും ഓർഗനൈസ്ഡ് അല്ല. ഇപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെല്ലാവരും നല്ലൊരു കടമ കടന്നിട്ടാണ് MBBS ചേർന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളെല്ലാവരും IQയുടെ കാര്യത്തിൽ ഈക്വൽ ആണ്. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന രീതി, യൂട്ടിലൈസ് ചെയ്യുന്ന സമയം, നിങ്ങൾ ഇടുന്ന എഫേർട്ട്, ഇതിലുള്ള വ്യത്യാസത്തിനനുസരിച്ചാണ് റാങ്കുകളിൽ വ്യത്യാസം വരുന്നത്. നമ്മൾ IMA സെഗ്നർ എന്ന ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്വിക്ക് ഒരു റിവിഷൻ പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഷെഡ്യൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ 30 ക്ലാസ്സസ് ആണ്. അപ്പൊ അതിൽ ഹൈ yielding സബ്ജക്ട്സ് കണ്ടിട്ട് അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ ക്ലാസ്സസ് വെച്ചിട്ടുണ്ട്. മിക്കതും ഒരു 3 days ഗ്യാപ്പിലാണ് ക്ലാസ് ഉള്ളത്. 2 hours ആണ് ഒരു സെഷൻ. ആ 2 hours സെഷനിൽ നമ്മൾ മെഡിസിൻ 3 ദിവസം, പിന്നെ മേജർ സബ്ജക്ട്സ് ഒക്കെ ഓരോ ദിവസം വെച്ച് അങ്ങനെ 19 സബ്ജക്റ്റും കവർ ചെയ്യും. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല്, ആ ഗ്യാപ്പുള്ള 2 ദിവസം നിങ്ങൾ പഴയ കൊല്ലങ്ങളിലെ സൂം ക്ലാസ്സസ് ഓൾറെഡി ഡോക്ടർ സ്വപ്ന നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അയച്ചു തന്നിട്ടുണ്ട്. അത് കാണാം. ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം 14 മണിക്കൂർ പഠിക്കണം എന്നുള്ളത്, മനസ്സിലായോ? അപ്പോൾ ഒന്നാലത് കാണാം. അതേപോലെ തന്നെ മെഡിക്കോ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ ട്രയല് ഫ്രീ വീഡിയോസ് നോക്കുക, കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട ലിങ്ക് വഴി കയറാം. ആപ്പിൽ നിന്ന് ഡയറക്റ്റ് കയറുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് അവരൊരു പുതിയ കൂപ്പൺ കോഡ്, 90% സ്കോളർഷിപ്പിന്റെ കൂപ്പൺ കോഡ് അവർ സെറ്റ് ചെയ്തപ്പോൾ വരുന്ന കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ആണ് രണ്ടാമതൊരു ലിങ്ക് ഞാൻ ഇന്നലെയും ഇന്നായിട്ടും അയച്ചു തന്നത്. ആ ലിങ്കിൽ കൂടെ കയറിയിട്ട് അതിൽ 1999 പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ എ ഡേ നമ്മളത് ആക്ടിവേറ്റഡ് ആവും. കാരണം നമുക്ക് ഈ ബാക്ക് എൻഡിൽ ഇരുന്നിട്ട് അത് ചെക്ക് ചെയ്യണം, വെദർ യു ആർ എൻ IMA മെമ്പർ ഓർ വെദർ യു ഹാവ് ഓൾസോ ജോയിൻ ദ സെഗ്നർ കോഴ്സ് 5000 പേ ചെയ്തിട്ട്. അപ്പൊ അതും കൂടെ കൺഫേം ചെയ്തിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൺസീൽ ചെയ്തിട്ടുള്ള വീഡിയോസും കൂടെ ഓപ്പൺ ആവുന്നത്. ഒരു 500 to 600 hours വീഡിയോ അതിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ 1400 hours ഒരു പകുതി 50% എന്ന് പറഞ്ഞാൽ ഈ വീഡിയോസ് കാണാനുണ്ട്. ഇപ്പൊ നിങ്ങൾ വേറെ ബുക്കോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. നിങ്ങൾ പഠിച്ച കാലത്ത് നിങ്ങൾ വരച്ചിട്ടുള്ളതും കോറിയിട്ടുള്ളതും കാർട്ടൂൺ വരച്ചിട്ടുള്ളതുമായ നിങ്ങളുടെ നോട്ട് ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും അടുത്ത് വെക്കുക. ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് 28-ാം തീയതി മെഡിസിൻ ആണെങ്കിൽ സെക്രട്ടറി സാറ് പറയും ഏതാ ഏരിയ ആണ്. ഇപ്പൊ 3 ക്ലാസ് ഉണ്ട്. സെക്രട്ടറി സാറോട് ചോദിച്ചിട്ട് ഏത് ടോപ്പിക്സ് ആണെന്ന് വെച്ചാൽ ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് നമ്മൾ ഇട്ട് തരും. ആ ടോപ്പിക്സിന്റെ ഭാഗങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസോ പഴയ ക്ലാസ്സിന്റെ യൂട്യൂബ് ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ അത് കാണാം, അല്ലെങ്കിൽ ആപ്പിലുള്ള വീഡിയോസ് കാണാം. ഓരോ വീഡിയോ കാണുമ്പോഴും കണ്ടു കഴിഞ്ഞ് ആ ഒരു ഓരോ സെഷൻ്റെ എൻഡോക്രൈനോളജി ഫോർ എക്സാമ്പിൾ മെഡിസിനിൽ അതിലൊരു 10 വീഡിയോ ഉണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ അതിന്റെ റിവ്യൂ ടെസ്റ്റ് ഉണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കാണാം. പിന്നെ വേറെ സമയം കളയാണ്ട് തന്നെ ഇത് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു MCQ കണ്ടു, അതിലൊരു ക്വസ്റ്റ്യൻ കണ്ടു. ആ ക്വസ്റ്റ്യൻ കണ്ട് നമുക്കൊരു സംശയം, ആപ്പിൽ അത് തെറ്റാണോ ശരിയാണോ, അല്ലെങ്കിൽ ഗൈഡിൽ കണ്ടു അത് തെറ്റാണോ ശരിയാണോ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് നമ്മളുള്ള ബുക്കൊക്കെ എടുത്ത് റെഫർ ചെയ്ത് ഒരു ക്വസ്റ്റ്യന് വേണ്ടി 1 മണിക്കൂർ വെച്ച് കളയാനൊന്നും നമുക്ക് ഇപ്പം സമയമില്ല. നമ്മൾ റെഗുലർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ കോച്ചിനെ ഒരു 2 കൊല്ലം 1.5 കൊല്ലമൊക്കെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അതിനൊക്കെ സമയമുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. കാരണം അത്യാവശ്യം നല്ല എക്സ്പേർട്സിനെ വെച്ചിട്ടാണ് ആപ്പും ഗൈഡുകളും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അവർ ഒരുപാട് സമയത്തിന് വേണ്ടി മെനക്കെടുത്തിട്ടാണ് ഇതേപോലെ ഉള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അത് പ്രകാരം നിങ്ങൾ പഠിച്ച് ആ വീഡിയോസൊക്കെ കണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൺസേൺ ഫാക്കൽറ്റിയുടെ അടുത്തേക്ക് അത് ഫോർവേഡ് ചെയ്താൽ അവർ അതിനും കൂടെ ഉള്ളൊരു പ്രിപ്പറേഷൻ ആയിട്ടായിരിക്കും അവർ ക്ലാസ്സിന് വരാം. ആ ക്ലാസ് കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് ഫാക്കൽറ്റിക്ക് അയച്ചു കൊടുത്ത് ഒന്നാലെ അതിനുള്ള റിപ്ലൈ സബ്സിക്വൻറ്റ് ക്ലാസ്സസിലോ അല്ലെങ്കിൽ ത്രൂ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഫോർവേഡ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഒരു ടൈറ്റ് പാക്ഡ് ആയിട്ട് നമ്മൾ മെയ് 25 വരെയാണ് ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പഴയ ക്രിസ്ത്യൻ പ്രയർ പോലെ ഗിവ് us our ഡെയിലി ബ്രെഡ് എന്ന് പറയണോണം നിങ്ങൾ ആ ഫുൾ ഷെഡ്യൂളൊന്നും ഇപ്പം അന്വേഷിക്കേണ്ട. 28-ാം തീയതി മെഡിസിൻ ക്ലാസ്. ഇന്ന് ആലോചിക്കേണ്ട വിഷയം അതാണ്. ഇന്ന് നാളെ ഇട്ട് അതിലേക്ക് ഏതാ ടോപ്പിക് എന്നുള്ളതും തരും. അത് മാത്രം 28-ാം തീയതി വരെ ആലോചിച്ചാൽ മതി. 28-ാം തീയതി ക്ലാസ് കഴിയുമ്പോൾ അടുത്ത ക്ലാസ് 2-ാം തീയതി ആണെങ്കിൽ 2-ാം തീയതി എന്താന്ന് പറയാം. അപ്പോൾ ആ ക്ലാസ്സിനുള്ളത് പ്രിപ്പയർ ചെയ്യാം. 28-ാം തീയതിക്കുള്ള ക്ലാസ്സിന്റെ എല്ലാ ഭാഗവും വായിച്ചെത്താൻ എല്ലാ വീഡിയോയും ചിലപ്പോൾ കണ്ടു തീർക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത് കണ്ടു തീർത്തിട്ടാ പിന്നെ 2-ാം തീയതി ക്ലാസ്സിന് കയറുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ എത്ര ക്ലാസ് എത്രയും വീഡിയോസോ കാര്യങ്ങളോ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അത്രയും കണ്ടു തീർത്തിട്ട് 28-ാം തീയതി ക്ലാസ് കയറുക. അത് കഴിഞ്ഞാൽ ആ ടോപ്പിക് സബ്ജക്റ്റ് മാറ്റി വെക്കുക. 2-ാം തീയതി സബ്ജക്റ്റ് ടോപ്പിക് ഏതാണെന്ന് നോക്കുക. അതിൻ്റെ ഉള്ള പ്രിപ്പറേഷൻ ചെയ്യുക. അപ്പൊ എല്ലാ ടോപ്പിക്കിന്റെ അറ്റ്ലീസ്റ്റ് ഒരു 70 to 80% നമുക്ക് അത് കവർ ചെയ്ത് പോകാൻ പറ്റും. സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം. അതിനനുസരിച്ച് നമ്മൾ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് കണ്ട് എത്താൻ നമുക്ക് ശ്രമിക്കാം. അപ്പൊ അതാണ് എൻ്റെ ഒരു പ്രധാന കാര്യം. ഹൈലിംഗ് സബ്ജക്ട്സിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് താല്പര്യം തോന്നുന്ന മെഡിസിൻ ആണ്. മെഡിസിൻ നമ്മളെല്ലാവരും അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ടാവും. പിന്നെ അതൊരു ഫൈനൽ ഇയർ സബ്ജക്റ്റ് ആണ്. പക്ഷെ അതൊക്കെ നമുക്ക് പിന്നെ കുറേ പേര് വർക്ക് ചെയ്യും പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രാക്ടിക്കലി ആയാലും നമുക്ക് കുറേ ഒക്കെ ആൻസറുകൾ നമുക്കതിൽ കിട്ടും. നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവുക എപ്പോഴും എന്താണെന്ന് വെച്ചാൽ ബേസിക് സബ്ജക്ട്സ് ആണ്. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ഒരു 17 to 22 ക്വസ്റ്റ്യൻസ് ഈ 3 സബ്ജക്ട്സിൽ നിന്ന് വരും ഒരു ഔട്ട് ഓഫ് ദ ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ അത് ക്രൂഷ്യലാണ്. നമ്മുടെ കയ്യിൽ പലപ്പോഴും അത് മിസ് ചെയ്തിട്ടുണ്ടാവും. പീഡിയാട്രിക്സ്, ഗൈനക്ക്, സർജറി, മെഡിസിൻ അത് ഫൈനൽ ഇയറിൽ നമ്മൾ പഠിച്ചു. ഏറ്റവും അവസാനം പഠിച്ച ഭാഗങ്ങളാണ്. അതൊക്കെ കുറേയൊക്കെ ഓർമ്മയുണ്ടാവും. ക്വസ്റ്റ്യൻസ് കൂടുതൽ ഉണ്ടാവും മെഡിസിനിൽ 45 ക്വസ്റ്റ്യൻ, സർജറി, മെഡിസിൻ, സ്കിന്ന്, സൈക്കാട്രി എന്നൊക്കെ ആയിട്ട് മെഡിസിൻ റിലേറ്റഡ് സ്പെഷ്യാലിറ്റിന്ന് 45 ക്വസ്റ്റ്യൻസ്, സർജറി റിലേറ്റഡ് സ്പെഷ്യാലിറ്റി ആയി ഓർത്തോ, അനസ്തീഷ്യ എന്നൊക്കെ ആയിട്ട് 45 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ കുറേയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. ഗൈനക്കിന്ന് ഒരു 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 30 ക്വസ്റ്റ്യൻസ് നമുക്ക് ഫുള്ള് വാങ്ങിക്കണം. അതിൽ ഒരെണ്ണം പോലും തെറ്റാതെ പിടിക്കും. കാരണം എന്താ പറയണതെന്ന് വെച്ചാൽ ഗൈനക്ക് കുറച്ചാ പഠിക്കാനുള്ളൂ. വെൻ യു കമ്പയർ വിത്ത് മെഡിസിൻ ആൻഡ് സർജറി അവിടെ നമ്മൾ വായിക്കുന്നതിൻ്റെ ഒരു 25 to 30% ടൈം എടുത്താൽ ഗൈനക്ക് വായിക്കാൻ നമുക്ക് 60% ഓഫ് 45 ഉണ്ടല്ലോ, 66 1/2 ഓഫ് 45 ക്വസ്റ്റ്യൻസ് 30 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടാണ്. അപ്പോൾ ദ ടൈം യു സ്പെൻഡ് ഓൺ ഗൈനക് വിൽ ഈൽഡ് മോർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. മനസ്സിലായി? പിന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പത്തോളജിയാണ്. 25 ക്വസ്റ്റ്യൻസ് ആണ്. ഫാർമക്കോളജി 20 ക്വസ്റ്റ്യൻസ്, മൈക്രോ 20. ഇതൊന്നും കറക്റ്റ് അല്ല കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൊല്ലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാലും അപ്പോൾ ഇവിടെയും ഈ പാരാമെഡിക്കൽ സബ്ജക്ട്സ് നമ്മൾ കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പിന്നെ അത്ര പാഷൻ ഉള്ളവർ മാത്രം ഇപ്പോൾ സർജറി പാഷൻ ഉള്ളവർ ചിലപ്പോൾ പത്തോളജി ഓർമ്മ വെച്ചിരിക്കേണ്ട അത് അങ്ങനെയൊക്കെ ഉണ്ട്. അതിലൊന്നും കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന സബ്ജക്റ്റുകൾ വേണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഒബ്സൻ ജിൻ ഗൈനക്കോളജി, പിന്നെ പാരാമെഡിക്കൽ സബ്ജക്ട്സ്, പിന്നെ അത് കഴിഞ്ഞ് SPM 25% ക്വസ്റ്റ്യൻസ്. SPMൽ തന്നെ നമ്മുടെ പ്രോഗ്രാംസിന് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഇമ്മ്യൂണൈസേഷന് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഫാമിലി പ്ലാനിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെയുള്ള ഗവൺമെന്റ് സ്കീംസ് അതൊക്കെ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അതിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലും അതിൽ നിന്ന് ഒരു 7, 8, 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കിട്ടും. എപ്പിഡെമിയോളജി നമ്മൾ മെഡിസിൻ്റെ ഒപ്പം കുറേയൊക്കെ പോയിണ്ടാവും. ആ ഭാഗം നമ്മൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിലും അതല്ലെങ്കിൽ പറ്റാണെങ്കിൽ എപ്പിഡെമിയോളജി കവർ ചെയ്ത മെഡിസിൻ്റെ കുറേ ഇൻഫെക്ഷ്യസ് ഡിസീസ് പാർട്ട് കവർ ചെയ്ത് വരും. അപ്പം ആ ഒരു സബ്ജക്റ്റിന് പലർക്കും ബോറിംഗ് ഒക്കെ ആയിട്ട് തോന്നും. SPM ഇൻട്രസ്റ്റ് ഉള്ളവർ എന്താ എന്നൊക്കെ തോന്നും. പക്ഷെ അത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരണ ഒരു കാര്യം.
അത് കഴിഞ്ഞാൽ പിന്നെ പ്രീ മെഡിക്കൽ സബ്ജക്ട്സ് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, അത് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നോക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മെഡിസിനും പീഡിയാട്രിക്സിനും ഇമ്പോർട്ടൻസ്. പീഡിയാട്രിക്സ് ഒരു 10-15 ചോദ്യമൊക്കെ വരുള്ളൂ. മെഡിസിൻ 45 വരെയെങ്കിലും നമുക്ക് അതിലൊരു 10-25 ചോദ്യമൊക്കെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് കിട്ടും. മനസ്സിലായി? അപ്പോൾ എഫേർട്ട് എടുക്കണം. പിന്നെ സക്സസ് സാറിൻ്റെ ക്ലാസ്സും കൂടെ ആകുമ്പോൾ അത് ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ബെനിഫിറ്റ്. ഷോർട്സിന് 10 വെച്ച് ഉണ്ട്. ENT 10, ഓഫ്താല് 10, അങ്ങനെയൊക്കെ വരുമ്പോഴും 10-50 ക്വസ്റ്റ്യൻസ് അവിടെ കവർ ചെയ്ത് വരുന്നുണ്ട്. അതിൽ ഉള്ളൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ അത് തീരെ നോക്കണ്ടെന്നല്ല, ചില സമയത്തുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ ENT ഹൈഫൈ ലെവലിലും ചോദിക്കാൻ വളരെ സിമ്പിളായിട്ടും ചോദിക്കാം. നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്ത് പഠിച്ചിട്ട് ഒരു MSc-NT ലെവലിലുള്ള ഭയങ്കര ടെക്നിക്കൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ എത്ര എഫേർട്ട് എടുത്ത് പഠിക്കുന്ന കുട്ടിക്കും ചിലപ്പോൾ അത് കിട്ടില്ല. പക്ഷേ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ പഠിക്കാത്ത കുട്ടിക്കും കിട്ടും. അപ്പോൾ ആ ഒഫ്താൽമോളജിയിലൊക്കെ ഭയങ്കര ഒരു ഹൈഫൈ എൻറ്റിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അത് സമയം നമ്മൾ നോക്കിയും കണ്ടും ഉണ്ടെങ്കിൽ പഠിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനെ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നോക്കുക. കാരണം എന്നിട്ട് പ്രാർത്ഥിക്കുക എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വരാനായിട്ട്. അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഇപ്പോൾ അതാണ് നമ്മുടെ ഒരു ഷെഡ്യൂളിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ആപ്പിൻ്റെ കുറേ സംശയങ്ങൾ വരുന്നുണ്ട്. എന്തിനാണ് ആപ്പ്, എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന വരുന്ന ഹിച്ചസ്. ഇത് ആപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ മറ്റു ആപ്പുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. ആരോ അവരുടെയൊക്കെ ആപ്പ്, പ്രപ്ലാഡർ എന്നൊക്കെയുള്ള ആപ്പുകളുണ്ട്. ഇത് മെഡിക്കോ ആപ്പ് സിമിലർലി സെക്കൻഡ് ബെസ്റ്റ് റെസിഡൻഷ്യൽ പ്രോഗ്രാം, ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് റെസിഡൻഷ്യൽ പ്രോഗ്രാമും സെക്കൻഡ് ബെസ്റ്റ് ഫിസിക്കൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററും നടത്തുന്ന MedPGയുടെ ആപ്പാണ്. MedPGയും IMA ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് പെരിയർ ഹൗസിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ മറ്റു സെൻറ്റേഴ്സ് കോയമ്പത്തൂർ ഉണ്ട്, ബാംഗ്ലൂർ, മദ്രാസ്, ഹൈദരാബാദ്, ഡൽഹിയിൽ അടുത്ത കൊല്ലം മിക്കതും പൂനെയിലും തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ ആപ്പാണ്. അപ്പോൾ ആ ആപ്പ് നമുക്ക് ഉള്ളത് 3 പ്രൊഡക്ട്സ് ആണ് ബേസിക് ആയിട്ടുള്ളത്. ഒന്ന് PYQ, PYT. PYQ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ടെസ്റ്റും. അത് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ലേൺ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മേജർ ആപ്പ്. അവിടെയാണ് നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ ടോപ്പിക്കിലും മെഡിസിനിൽ തന്നെ എൻഡോക്രൈനോളജി, നെഫ്രോളജി, കാർഡിയോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ന്യൂറോളജി, അങ്ങനെ ഓരോന്നിലും അതിൻ്റെ റിലവൻറ്റ് ടോപ്പിക്സിനെ പറ്റിയുള്ള വീഡിയോസ് ഉണ്ട്. 10-12 ചിലതൊക്കെ ഒരു 30 മിനിറ്റ്സ്, 60 മിനിറ്റ്സ്, 2 hours, അങ്ങനെ വേരിയിങ് റേഞ്ച്. ഒരു ടോട്ടൽ ഇപ്പോൾ ഓരോ സബ്ജക്റ്റിന് അനാറ്റമിക്ക്, ഹെഡ് ആൻഡ് നെക്ക്, അങ്ങനെ പറഞ്ഞ് എംബ്രിയോളജി, അപ്പോൾ അങ്ങനെ സബ് ടോപ്പിക്സും ഒക്കെ ആയിട്ട് ഒരു 600 to 700 hours ഉണ്ട്. ചില വീഡിയോസ് ബിൽഡപ്പ് ചെയ്ത് വരുന്നുള്ളൂ, ആഡ് ഓൺ ചെയ്ത് വരുന്നുള്ളൂ. എന്തായാലും ഉള്ള വീഡിയോസ് ഫുള്ള് നല്ല ഫാക്കൽറ്റി കൊണ്ട് ഫുള്ള് നല്ല രീതിയിൽ ആണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് നിങ്ങളുടെ സൗകര്യം വെച്ചാൽ നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോക്കറ്റിൽ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത് കയ്യിൽ ആപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു ഇയർഫോണും വെച്ച് ഇരിക്കുക. ഒരു 3 മാസത്തേക്ക് വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ മാറ്റി വെച്ച് ഇത് മാത്രം ശരണം നോക്കി. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജൂൺ 5 കഴിഞ്ഞിട്ടായാലും നമുക്ക് കാണാം. മനസ്സിലായി? ഞാൻ ഈ രാവിലെ പഠിക്കാൻ പറയുന്നത് തന്നെ അതാണ്. വാട്സാപ്പിലെ മെസ്സേജസ് ഒക്കെ കുറവായിരിക്കും ആ സമയത്ത്. മനസ്സിലായി? അപ്പോൾ ഈ ടോപ്പിക് വൈസ്, ഷെഡ്യൂൾ വൈസ് അത് കാണാം. ആപ്പിനെ പറ്റി സംശയമുള്ളവർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ട്രയൽ വീഡിയോസ് ഉണ്ട്, അത് കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, ഇതിൽ ഒരു നിർബന്ധമില്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാൻ അയച്ചെന്ന ലിങ്ക് വഴി അതിൽ കയറാം. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റിൽ തന്നെ വേണം നമുക്ക് അത് ആപ്പ് ഫോളോ ചെയ്യാനായിട്ട്. മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെന്റ്സിൽ നിങ്ങളുടെ സിംഗിൾ സബ്സ്ക്രിപ്ഷൻ വർക്ക് ചെയ്യില്ല. നമുക്ക് അഡീഷണൽ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മൊബൈലിലാണ് ആദ്യം രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ ആ മൊബൈലിൽ തന്നെ യൂസ് ചെയ്യണം. മൊബൈൽ മാറിയാൽ പോലും നമുക്കത് കിട്ടില്ല. കാരണം അത് അവരുടെ ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. പിന്നെ ഇപ്പോൾ ടാബിലാണെങ്കിൽ ടാബിൽ, ലാപ്ടോപ്പിലാണെങ്കിൽ ലാപ്ടോപ്പിൽ. എന്ത് ഹിച്ചസ് ഉണ്ടെങ്കിലും എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നോളൂ. ഞാൻ അവരുടെ ആപ്പുകാരുടെ നമ്പർ തരാം. ഓഫീസ് ടൈം 10 to 5 ആണ്. കഴിയാവുന്ന അതിൽ വിളിക്കൂ. ഒരു എമർജൻസി ആണെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കൂ. ചിലപ്പോൾ അവർ ഫ്രീ ആണെങ്കിൽ അവർ അതിനനുസരിച്ച് ചെയ്തു തരും.
കുറേ പേരുടെയൊക്കെ ശരി, കുറേ പേരുടെയൊക്കെ ഇപ്പോഴും കൺഫ്യൂഷൻസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് തരാം. ഇന്ന് വരെ ഒരു 10-20 പേരോടെയും ശരിയായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ റെഗുലറായിട്ട് അവരായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. ഇനി ഹൗ ടു ഫേസ് എക്സാം. നിങ്ങളൊക്കെ MCQയിലെ സൂപ്പർ ആൾക്കാരാണ്, അതുകൊണ്ടാണല്ലോ നമുക്ക് MBBS സീറ്റ് കിട്ടിയത്. എന്നിരുന്നാലും ഞാൻ എൻ്റെ കുറച്ച് ഒബ്സർവേഷൻസ് ഞാൻ പറയാം. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ അതിപ്പോൾ ഞങ്ങളുടെ കാലത്ത് പ്രീ ഡിഗ്രി ആയിരുന്നു. പ്രീ ഡിഗ്രി ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെക്കാളും ഒത്തിരി ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിലും എൻട്രൻസ് എക്സാം എഴുതിയപ്പോൾ എനിക്ക് എഞ്ചിനീയറിംഗും മെഡിസിനും നല്ല ടോപ്പ് റാങ്ക് കിട്ടി. എഞ്ചിനീയറിംഗ് ഞാൻ കാര്യമായിട്ട് പഠിക്കാണ്ട് തന്നെ എനിക്കൊരു 180യുടെ അടുത്ത് റാങ്ക് കിട്ടി. കാരണം മാത്സ് എൻ്റെ കൊല്ലാണ് ആദ്യമായിട്ട് നെഗറ്റീവ് മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 4:1 റേഷ്യോയിൽ. പക്ഷെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് എൻട്രൻസ് എഴുതി പുറത്തിറങ്ങിയപ്പോൾ അന്ന് 120 ഇതാണ് 3 ആണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രം 120 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ നെഗറ്റീവ് മാർക്ക് പേടിച്ചിട്ട് ഫിസിക്സ് 80യുടെ മുകളിൽ എഴുതിയ ആരുമില്ല. മാത്സ് 60യുടെ മുകളിൽ 50യുടെ മുകളിൽ എഴുതിയ ആൾക്കാർ വളരെ അപൂർവമായിരുന്നു. കെമിസ്ട്രി 100 വരെ എഴുതിയ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയത് ഞാനൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. 1990-ലായിരുന്നു ഇറ്റാലിയ വേൾഡ് കപ്പ്, അർജന്റീനനെ കാമറൂൺ തോൽപ്പിച്ച കളിയൊക്കെ കണ്ട് എൻ്റെ പിറ്റേ ദിവസമായിരുന്നു പരീക്ഷ. അന്ന് പോയി പരീക്ഷ എഴുതി പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഫിസിക്സ് ഒരു 90, കെമിസ്ട്രി ഒരു 110, മാത്സ് ഒരു 80 കുത്തിപ്പോന്നു. മനസ്സിലായി? നമുക്ക് അത് കിട്ടാനില്ലല്ലോ, വെറുതെ എഴുതല്ലേ എന്നുള്ള ഇതിൽ ഞാൻ കുത്തിപ്പോന്നു. കഴിഞ്ഞപ്പോൾ റാങ്ക് വന്നത് 144 ആണ്. മാത്സ് ഞാനായിരുന്നു ടോപ്പർ എന്നാണ് ഞങ്ങളുടെ എൻട്രൻസ് കോച്ചിങ്ങിലെ സാറ് പറഞ്ഞത്. മാത്സ് എങ്ങനെ ചെയ്തതെന്നത് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 60 to 70% ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്താലാണ്, അതിലൊരു 10% തെറ്റിയാലും 60യുടെ 4 240 മീൻസ് മൈനസ് ചെയ്ത് വരുമ്പോൾ നമ്മളൊരു വിന്നിങ് ലെവലിലേക്ക് വരുള്ളൂ. മനസ്സിലായ? അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ മുമ്പേ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഈ മെയ് 25 കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സമയം കണ്ടെത്തിയിട്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ടെസ്റ്റുകളും ചെയ്യുമ്പോൾ ടെസ്റ്റുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താലാണ് നമുക്ക് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാതും ഉത്തരം അറിഞ്ഞിട്ട് അറ്റംപ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് മാർക്ക് വാങ്ങിക്കാവുന്ന കുറേ ടെക്നിക്സ് ഉണ്ട്. മനസ്സിലായി? ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, നല്ല പഠിപ്പിസ്റ്റാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവനൊരു ടോപ്പിക്ക് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേ അറ്റത്താണ്ട് അടുത്ത ടോപ്പിക്ക് പോവില്ല. ആസ്മേനെ പറ്റി പഠിച്ചു തുടങ്ങിയാൽ 2025 ഫെബ്രുവരി 25 8 മണി വരെ എന്തൊക്കെ ഡെവലപ്മെന്റ് ആസ്മയിൽ നടന്നു അത് പഠിച്ചിട്ട് ആള് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവുള്ളൂ. അങ്ങനത്തെ ഒരു പഠിത്തം നമ്മുടെ എൻട്രൻസ് പഠിത്തത്തിൽ നടക്കില്ല. നമുക്കൊരു ഓടിച്ചെത്തി വായിച്ചെത്തിച്ച് വേണം പോവാനായിട്ട്. അങ്ങനെ വരുമ്പോഴുള്ളൊരു ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യണം. നിങ്ങൾക്കൊക്കെ പലർക്കും അറിയുണ്ടാവും, ഞാൻ പറയുന്നതൊക്കെ ചിലപ്പോൾ ബോറടി ആയിരിക്കും. എന്നിരുന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യണ്ടല്ലേ. ഫസ്റ്റ് കാര്യം, ഈ MCQ നല്ല ക്വസ്റ്റ്യൻ ആണോ ബാഡ് ക്വസ്റ്റ്യൻ ആണോ, വെദർ ദ എക്സാമിനർ ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ മേക്കർ ഓർ നോട്ട്. അതെങ്ങനെ അസസ് ചെയ്യാന്ന് വെച്ചാൽ എ ബാഡ് എക്സാമിനർ ഓൾവേസ് ട്രൈ ടു ഹൈഡ് ദ ആൻസർ ബിറ്റ്വീൻ B and C. മനസ്സിലായി? ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ അതിൽ ഏത് കൊല്ലം അല്ലെങ്കിൽ എന്ന് ചോദ്യത്തിന് 1945, August 1st 1947, August 15 1947, January 26 1950 എന്ന് പറഞ്ഞിട്ടാണ് ചോയ്സസ് ABCD എന്ന് പറഞ്ഞെങ്കിൽ അത് ആക്ച്വലി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അവിടെ ആ ആൻസേഴ്സിൽ ഒരു സീക്വൻസ് അവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഒരു ബാഡ് എക്സാമിനർ ആണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സീക്വൻസ് ഒക്കെ തെറ്റിക്കും. 1950 January 26, 1945, പിന്നെ 15 August 1947, പിന്നെ 1st August 1947 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സീക്വൻസ് കറക്റ്റായിട്ട് വരുന്ന ഒരു ചോദ്യമാണെങ്കിൽ അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫാക്ച്വൽ ചോദ്യമാണെങ്കിൽ, ഫാക്ച്വൽ എന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യക്ക്
സ്വാതന്ത്ര്യം കിട്ടിയത് നമുക്ക് ആലോചിച്ച് പിടിച്ച് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. നമുക്ക് അറിയാമെന്ന് വെച്ചാൽ അറിയാം, കുത്തി. മനസ്സിലായി? ചിലർക്ക് ആലോചിക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ എൻ്റെ അപ്പൻ ജനിച്ച കൊല്ലാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാദർ ജനിച്ച കൊല്ലായിരുന്നു, അങ്ങനെയൊക്കെയുള്ള വല്ല ഓർമ്മകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ 47ആണ്. അപ്പോൾ 47 2/47ആണുള്ളത്. August 1 August 15. അവിടെ വേണമെങ്കിൽ ഒരു കുത്താം. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ 2 ചോയ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളിൽ നമ്മൾ 5 എണ്ണത്തിൽ റിസ്ക് എടുക്കുമ്പോൾ അതിൽ ഒരെണ്ണം ശരിയായ മൈനസ് ഇല്ലാണ്ട് 0-ൽ നിൽക്കും. 2 എണ്ണം ശരിയാവാനാണ് പ്രോബബിലിറ്റി ഉള്ളത്. 2 എണ്ണം ശരിയായാൽ 8 - 3 നമുക്ക് 5 മാർക്ക് കൂടുതൽ കിട്ടും. 5 മാർക്ക് കൂടുതൽ കിട്ടിയാൽ ഇത്തിരി താഴെയുള്ള റാങ്ക് ആണെങ്കിൽ അത് ലക്ഷത്തിലും, ഒരു മീഡിയത്തിൽ നിൽക്കുന്ന റാങ്ക് ആണെങ്കിൽ 10,000, ഒന്നുകൂടിയും നല്ല ലെവലിൽ നിൽക്കുന്നതാണെങ്കിൽ ഒരു 1000 റാങ്കൊക്കെ ചാടി കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ചോയ്സസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ ആ മാത്സ് പേപ്പറിൽ ചെയ്ത ടെക്നിക്ക് അതായിരുന്നു. 1-2 കണ്ടാൽ അത് എങ്ങനെ പോയാലും ലോജിക്കലി അവിടേക്ക് ഇവിടേക്ക് മുട്ടില്ല. എന്നാൽ പിന്നെ ബാക്കി 2 എണ്ണത്തിൽ ഒരെണ്ണം കുത്താന്ന് വെച്ചിട്ടാണ്. അല്ലാണ്ട് ഒരു പ്രോബ്ലം അറിയാമല്ലോ, മാത്സ് ഒക്കെ ചെയ്ത് തുടങ്ങിയാൽ അവസാനിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ടെക്നിക്സ്, 2 ചോയ്സ് തെറ്റാണെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്ത എണ്ണത്തിൽ കുത്താം. അങ്ങനത്തെ ഒരു ടാക്ടിക് എടുക്കാം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചോദ്യം വായിക്കണം. ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഉത്തരം വരികയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോയ്സസ് വായിക്കണം. ഈ ചോയ്സ് വായിക്കുമ്പോൾ ആ ഉത്തരം അതിലുണ്ടെങ്കിൽ അതിനുള്ള അത് കുത്താം. ശരിയാവണമെന്നല്ല, 5 എണ്ണത്തിൽ അങ്ങനത്തെ കുത്തിയ 2-3 ശരിയാവും. കാരണം നമ്മളൊരു ഓടിച്ചിട്ടുള്ള വായനയിൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തങ്ങി നിന്നൊരു കാര്യമായിരിക്കാം ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഉത്തരം വന്നാൽ. 100% ഫുൾ പ്രൂഫ് ആവണമെന്നല്ല. ഇതൊക്കെ ഒരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം നിങ്ങൾ എക്സാംസ് എഴുതുമ്പോൾ. മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസിലും നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുത്ത് ഒരു പ്രോബബിലിറ്റിമ കളിച്ചാൽ കുറച്ച് മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കയറി കിട്ടാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യത്തെ ചോയ്സ് ചോയ്സ് ശരിയാണെങ്കിൽ ചാടിക്കേറി സമയം സേവ് ചെയ്യാനായിട്ട് ചാടിക്കേറി അത് പോയിട്ട് ഫ്ലാഗ് ചെയ്യുക, കുത്തുക ഒന്നും ചെയ്യരുത്. കാരണം ചിലപ്പോൾ 2ാമത്തെ ചോയ്സും ശരിയാവാം, 3ാമത്തെ ചോയ്സും ശരിയാവാം, 4ാമത്തെ ചോയ്സായിട്ട് ഓൾ ഓഫ് ദി അബോവ് എടുക്കണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്കുകളും വേണ്ട. ഉത്തരം ഷുവറുള്ള ഒരു ചോദ്യത്തിന് ഒരു 10 സെക്കൻഡ് എക്സ്ട്രാ കൊടുത്തിട്ട്, ഇപ്പോൾ OMR ഷീറ്റ് അല്ല, ആ സെയിം ക്വസ്റ്റ്യനിൽ തന്നെ അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യണത് കറക്റ്റ് പൊസിഷനിലാണോ ക്ലിക്ക് ചെയ്തിട്ടുള്ള സെലക്ട് ചെയ്തിട്ടുള്ള എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ പോകണം. ഈ ഓൾ ഓഫ് ദി അബോവും നൺ ഓഫ് ദി അബോവും എപ്പോഴും മനസ്സിൽ വെക്കണം. ഇനി നമ്മളൊരു സ്ക്രീനിങ് അല്ലെങ്കിൽ ട്രയാജ് നടത്തണം. നമ്മൾ കാഷ്വാലിറ്റിയിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മളൊരു ട്രയാജ് നടത്തണം. ട്രയാജ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വലിയ ലെങ്തി ക്വസ്റ്റ്യൻസ്, ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫ്ലാഗ് ചെയ്തിടണം, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതേപോലെ കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ഫ്ലാഗ് ചെയ്തിട്ട് പിന്നീടേക്ക് വെക്കണം. അപ്പോൾ അതേപോലെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് റീഡിങ്ങിൽ തന്നെ ചെയ്തു പോകണം. തീരെ കിട്ടില്ല എന്നുള്ളത് നമ്മൾ അതിന് പറ്റിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി മാറ്റി വെക്കണം. ആ ചോദ്യങ്ങൾ പിന്നെ 2ാമത്തെ അറ്റംപ്റ്റ് ചെയ്ത് നമ്മൾ സമയം കളയരുത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ സമയത്തിന്റെ ഒരു 50% നമുക്ക് മാക്സിമം കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ കുത്തി കഴിഞ്ഞ്, ഈ ലെങ്തി ചോദ്യങ്ങൾ മിക്കതും ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഭയങ്കര ത്രില്ലായിരിക്കും. ക്ലിനിക്കൽ മെഡിസിൻ ഒക്കെ എടുക്കാൻ വേണ്ടി PGക്ക് നിൽക്കുന്നവർക്ക് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ആവേശമാണ്. ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് അതില് ക്ലിനിക്കൽ പിക്ചർ ഉണ്ടാവും, ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഡയഗ്നോസിസ്, എന്ത് ഇൻവെസ്റ്റിഗേഷൻ ആണ്, എന്താണ് ട്രീറ്റ്മെന്റ്, ഈ 3 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഒരു ആ ക്ലിനിക്കൽ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യാന്ന് വെച്ചാൽ ലെങ്തി ക്വസ്റ്റ്യനിൽ ഏറ്റവും ആദ്യം വായിക്കേണ്ടത് അതിന്റെ ലാസ്റ്റ് പാർട്ടാണ്. ആ ലാസ്റ്റ് പാർട്ടിൽ വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് യു ഗിവ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡയഗ്നോസിസ് എന്നുള്ള സെന്റൻസ് വായിച്ചിട്ട് ആദ്യം തൊട്ട് വായിച്ചു തുടങ്ങുമ്പോൾ ഓക്കെ ഇവർ ഇതാണ് ഉദ്ദേശിച്ചിട്ടാണ് ഈ കഥയൊക്കെ മെനഞ്ഞെടുക്കണതെന്ന് മനസ്സിലായി ആയാലും എളുപ്പമാണ്. അല്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചാൽ നമ്മൾ അവസാനം വരെ വായിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഇതായിരുന്നു ചോദിച്ചത്, അപ്പോൾ ഒന്നുകൂടി വായിക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സമയം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ലെങ്തി ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആ ലാസ്റ്റ് പാർട്ട് ആദ്യം വായിക്കുക, അത് പ്രകാരം മുകളിൽ നിന്ന് വീണ്ടും വായിച്ചു തുടങ്ങി കഴിഞ്ഞു, വീണ്ടും അല്ല ഫസ്റ്റ് ടൈം വായിച്ചു തുടങ്ങി തന്നെ ഒരൊറ്റ വായനയിൽ നമുക്ക് ഉത്തരം കിട്ടാനും സമയം സേവ് ചെയ്യാനും സാധിക്കും. ഈ കാൽക്കുലേഷനും കാര്യങ്ങളും വേണ്ട ക്വസ്റ്റ്യൻസിനും സമയം എടുക്കും. എല്ലാ ക്വസ്റ്റ്യനും സെയിം മാർക്കാണ്. മനസ്സിലായോ?
ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ട് അവിടെ ആവേശത്തോടെ കയ്യും കാലിട്ട് അടിച്ച് ഞാൻ വലിയൊരു സംഭവം എന്നുള്ള രീതിയിൽ നമ്മൾ ഈഗോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് വേറെ 2-3 എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മിസ് ചെയ്താൽ നിങ്ങളുടെ റാങ്ക് 10,000-കണക്കിന് താഴെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് സമയം കളയാണ്ടും ആവേശമൊക്കെ നമുക്ക് പുറത്തിറങ്ങി വന്നിട്ട് കൂട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ തുള്ളിച്ചാടാം. കാൽക്കുലേഷൻസും അതേപോലെ തന്നെ കാര്യങ്ങളായിട്ട് ചെയ്യാം. ഇപ്പോൾ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ പിന്നെ വേറെ അപൂർവമായിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുമ്പോഴേ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഒരു MCQ സെറ്റ് ചെയ്യണ ക്വസ്റ്റ്യൻ സെറ്റർമാർക്ക് അറിയാം നമുക്ക് ചോദ്യം ഉണ്ടാക്കാൻ എളുപ്പമാണ്, ശരി ഉത്തരം ഉണ്ടാക്കാൻ എളുപ്പമാണ്. ബാക്കിയുള്ള 3 അല്ലെങ്കിൽ 4 ഡിസ്ട്രാക്ടേഴ്സ് ആണ് എപ്പോഴും ബുദ്ധിമുട്ട്. അങ്ങനെ ഡിസ്ട്രാക്ടേഴ്സ് നമ്മൾ വിഷമിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ 10-200 ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൻസർ കീ അവർക്ക് കൊടുക്കണമല്ലോ. അപ്പൊ രണ്ടാമത് ആൻസർ കീ വീണ്ടും തപ്പി എടുക്കണ എളുപ്പത്തിന് എന്ത് ചെയ്യുന്ന വെച്ചാല് ഒന്നാല് ആൻസറിനെ നമ്മളൊന്ന് ബോൾഡാക്ക് അണ്ടർലൈൻ ഇതൊക്കെ തൽക്കാലം വെക്കും, അവസാനം ഇതൊക്കെ മാറ്റാന്ന് വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ അബദ്ധത്തിലെങ്ങാനും മായാതെ പോവുകയാണെങ്കിൽ, ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കില്ല, 2-3 തവണ ക്രോസ് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ്, പണ്ടൊക്കെ സംഭവിച്ചിരുന്നു. ആൻസറിന്റെ ABCD എന്നുള്ളതിൽ അത് ഏതെങ്കിലും ഒന്ന് ബോൾഡ് ആവുക, അല്ലെങ്കിൽ അണ്ടർലൈൻ ആവുക, അല്ലെങ്കിൽ ആൻസർ മൊത്തത്തിൽ ഇറ്റാലിക്സിലാവുക, അല്ലെങ്കിൽ ബോൾഡ് ആവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അതും വേണമെങ്കിൽ ഒരു പ്രോബബിലിറ്റി ശരിയാവാൻ സാധ്യതയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ആൻസർ ആയിട്ട് കുത്തി കൊടുക്കാം, കുഴപ്പമില്ല. അത് 60-70% എങ്കിലും ഒരു ഈസി അല്ല ഒരു ടഫ് പേപ്പറിൽ നമ്മൾ നന്നായിട്ട് ചെയ്യണം. ഈസി പേപ്പർ ആവാണ്ടിരിക്കാൻ ആണ് പ്രിപ്പയർ ചെയ്തവർ പ്രാർത്ഥിക്കേണ്ടത്. ഈസി പേപ്പർ ആണെങ്കിൽ 80%ഓളം ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ ആൻസർ ചെയ്താലാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് മെച്ചവും ഗുണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതാണ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വന്നതൊക്കെ പറയണേ. ഐ വിൻ കോൺസ്റ്റന്റ് കോണ്ടാക്ട് വിത്ത് യു, യു ക്യാൻ കോൾ മീ എനി ടൈം. ഞാൻ ഫോൺ എടുത്തില്ല ചെയ്യണ്ട, ഞാൻ വെറുതെ വെറും വാക്ക് പറയാന്ന് തോന്നണ്ട. എന്തെങ്കിലും തിരക്കുകൾ ഡ്രൈവ് ചെയ്യേ അല്ലെങ്കിൽ സർജറി ചെയ്യേ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റിൽ ആവുമ്പോൾ മാത്രമാണ് ഞാൻ എടുക്കാണ്ട് വരാം. ആര് വിളിച്ചാലും, അതായത് പേഷ്യൻ്റ് ആണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും വിളിച്ചാൽ എല്ലാവർക്കും പിന്നീട് തിരിച്ചു വിളിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ യു ക്യാൻ കോൾ മീ എനി ടൈം, നോ പ്രോബ്ലം. ഓക്കെ, എന്നാലും എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓൺലി അക്കാഡമിക്സ്, മനസ്സിലായി? ആപ്പിനെ പറ്റിയുള്ളതോ അക്കാഡമിക്സിനെ പറ്റിയുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെൻ്റലോ ഫിസിക്കൽ സ്ട്രെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും പറ്റിയ ടീമുണ്ട്. കാരണം ദിസ് ഈസ് എ വെരി ടഫ് സിറ്റുവേഷൻ. സം ഓഫ് യു മേ ബി അറ്റംപ്റ്റിംഗ് ഫോർ ദ 3rd or 4th time, സം മേ ബി അറ്റംപ്റ്റിംഗ് ദ ഫസ്റ്റ് ടൈം. ഹൗസ് വൈൻസ് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൗസ് വൈൻസിനോട് ഞാൻ പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി പറയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മനസ്സിലായി, മെൻ്റൽ ആണെങ്കിലും സ്ട്രെയിനോ സ്ട്രെസ് തോന്നുന്നുണ്ടെങ്കിലും ഒക്കെ പറയാം, മനസ്സിലായി? നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ വെറുതെ ഒരു ഡ്രാസ്റ്റിക് മെഷേഴ്സിലേക്കൊന്നും പോവാതെ നോക്കാം. ആൻഡ് എവറിബഡി വിൽ ഹാവ് സക്സസ്. കാരണം നമ്മളൊരു ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് സൊസൈറ്റിയിലെ ഒരു IQ ലെവൽ എല്ലാവർക്കും ഈക്വലാണ്. അപ്പോൾ ശ്രീജിത്ത് സാർ പറഞ്ഞ പോലെ അല്ലെ, പെർസിവിയറൻസ് ആണ്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പഠിക്കണേൻ്റെ ഒരു ലെവലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു 14 hours a day പഠിക്കണം. ഒരു വീക്കിൽ പഠിച്ചത് 6 days പഠിച്ചത് 7th day റിവൈസ് ചെയ്യണം. 7 days ഒരു മന്തിൽ പഠിച്ചത് 29 days പഠിച്ചത് 30th day റിവൈസ് ചെയ്യണം. അപ്പോൾ ആ 14 hours പഠിക്കണതിൽ ലാസ്റ്റ് 2 hours ആ ദിവസം 12 മണിക്കൂർ പഠിച്ചത് റിവൈസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റിവിഷൻ അവിടെ കഴിഞ്ഞു, വീക്ക്ലി റിവിഷൻ കഴിഞ്ഞു, മന്ത്ലി റിവിഷൻ കഴിഞ്ഞു, 3 months കൂടുമ്പോൾ റിവിഷൻ കഴിയുമ്പോൾ 4th റിവിഷൻ കഴിഞ്ഞു. റിപ്പീറ്റഡ് ആയിട്ട് ഇതേപോലെ വായിക്കണവർക്കാണ് മാർക്ക് കിട്ടുക. നമ്മൾ പലരും വിചാരിക്കും അവന് നമ്മുടെ ഇപ്പോൾ ചാടിത്തുള്ളിയൊക്കെ നടക്കുന്നുണ്ട്, എല്ലാ പരിപാടിക്കും ഉണ്ട്, എല്ലാ ചെത്ത് പരിപാടിക്കും കൂടെ ഉണ്ട്, ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞു. പക്ഷെ മാർക്ക് വരുമ്പോൾ എനിക്ക് മാർക്ക് കുറവ്, അവന് മാർക്ക് കൂടുതൽ. നിങ്ങൾ കാണാത്ത സമയത്ത് അവിടെ ഇരുന്ന് അവൻ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവൾ വായിക്കുന്നുണ്ടോ, അതാണ് അതിൽ വരുന്ന ഡിഫറൻസ്, മനസ്സിലായി? അപ്പോൾ ഇനിയുള്ള 3 മാസം വർക്കുകൾ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ വർക്ക് വിടുക എന്തായാലും, എന്നിട്ട് മെനക്കെട്ട് വീട്ടിൽ അടച്ചിരുന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വീട്ടിൽ ചിലപ്പോൾ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. കല്യാണം വിളിക്കാൻ വന്നു, സമ്മതം വിളിക്കാൻ വന്നു, ഓരോ ഫംഗ്ഷന് വിളിക്കാൻ വന്നു, അയ്യോ അവൻ ഡോക്ടറായപ്പോൾ ഞാൻ വന്നപ്പോൾ എന്നെ മൈൻഡ് ചെയ്തില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ആയിട്ട്
ഓരോ പ്രശ്നങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ്റിയൊരു കംഫർട്ടബിൾ പ്ലേസിലേക്ക് മാറി 3 മാസത്തേക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോയി എന്ന് വീട്ടുകാരോട് പറയാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഇരുന്ന് പഠിച്ചാലാണ് നമുക്ക് ഒരു എന്തെങ്കിലും ഗുണമുള്ളൊരു എഫേർട്ട് നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. ഇനി ഹൗസ് സയൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഹൗസ് സയൻസ് എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ 4 മണിക്ക് എനിക്ക് ശീലിക്കണം. ആ സമയത്ത് കേസ് ലോഡും വർക്ക് ലോഡും ഒക്കെ കുറവായിരിക്കും, മനസ്സിലായോ? അപ്പോൾ 4 മണിക്ക് എനിക്ക് ഇരുന്ന് പഠിക്കാം. 3 മണിക്കൂർ മിനിമം പഠിക്കണം. 7:30 ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓടി 8 മണിയാകുമ്പോൾ വാർഡിൽ വരാം. അപ്പോൾ മേജർ സബ്ജക്ട്സ് ആണെങ്കിൽ, ഇപ്പോൾ സർജിക്കൽ സബ്ജക്റ്റ്, മെഡിക്കൽ സബ്ജക്ട്സ് ആണെങ്കിൽ ഒരു പ്രീ റൗണ്ട്സ് എടുക്കുക. 8:30 റൗണ്ട്സിന് വരും. ഈ പ്രീ റൗണ്ട്സ് എടുക്കണൊക്കെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, നമുക്ക് തന്നെ ഒരു വർക്കിംഗ് ഡയഗ്നോസും കാര്യങ്ങളും റിപ്പീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാവണം. അപ്പോൾ റൗണ്ട്സിൻ്റെ സമയത്ത് യൂണിറ്റ് ചീഫ് ആ ഇൻവെസ്റ്റിഗേഷൻ വിട്ടു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൈയോടെ എഴുതുക. അപ്പോൾ എല്ലായിടത്തും PGs ഉണ്ടാവും. PGയുടെ പിന്നിൽ നിന്നിട്ട് ഇതങ്ങ് എഴുതിയിട്ട് പേഷ്യൻറ്റിന് കൈയോടെ കൊടുക്കുക. ഈ രണ്ടാമത് റൗണ്ട്സ് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് എഴുതി കൊടുക്കാമെന്ന് വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു റൗണ്ട്സിൻ്റെ ടൈം നമ്മുടെ പോവാണ്. അപ്പോൾ റൗണ്ട്സ് കഴിഞ്ഞോട് ഇത് കഴിഞ്ഞു. തലേ ദിവസം നമുക്കറിയാവുന്ന ഡിസ്ചാർജബിൾ പേഷ്യൻ്റ്, നമ്മുടെ പോസ്റ്റിംഗ് കഴിയണേക്ക് മുമ്പ് ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യതയുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഡിസ്ചാർജ് കാർഡ് കാര്യങ്ങളൊക്കെ എഴുതുക. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഗൈനക്കോളജിയിൽ ഡെലിവറി ആയി 3 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവും, നോർമൽ ഡെലിവറിയാണ്. അപ്പോൾ എന്തായാലും കേസ് ഷീറ്റ് എഴുതുന്നതിൻ്റെ ഒപ്പം തന്നെ ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കും. ഒന്ന് ഡിസ്ചാർജ് ഡേറ്റ് മാത്രം എഴുതില്ല. എന്നിട്ട് മാഡം റൗണ്ട്സ് എടുക്കുമ്പോൾ ഞങ്ങൾ പിന്നാലെ പേഷ്യൻ്റ് കൈയോടെ ഡിസ്ചാർജ് ചെയ്തു. ഒരു വാർഡിൻ്റെ അറ്റത്തുനിന്ന് റൗണ്ട്സ് തുടങ്ങി അങ്ങേ അറ്റത്ത് എത്തിയിട്ട് മാഡം തിരിയുമ്പോഴേക്കും ആൾക്കാർ പെട്ടും കടയൊക്കെ എടുത്തിട്ട് അന്ന് 2ാം നിലയിലാണ്, താഴേക്ക് പോയിട്ടുണ്ടോ. റൗണ്ട്സ് കഴിഞ്ഞു, ഡിസ്ചാർജിൻ്റെ പണി കഴിഞ്ഞു, ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കാനുള്ള കൈകോടെ കൊടുത്തു, എല്ലാ പണികളും കഴിഞ്ഞ് 11 മണിയാകുമ്പോഴേക്കും റൗണ്ട്സ് ഡേ ആണെങ്കിൽ ഫ്രീ ആയി. OP ദിവസം OP പോകണം, തിയേറ്റർ ആണെങ്കിൽ തിയേറ്റർ കഴിയണം. അപ്പം അങ്ങനെ നമ്മൾ വർക്കൊന്ന് ഓർഗനൈസ് ചെയ്യണം, മനസ്സിലായി? അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകേണ്ടത് ഒരു 12 മണിയാകുമ്പോൾ, ഇപ്പോൾ മേജർ പോസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു 12 മണി 3 പേരൊക്കെ ഉണ്ടാവുമല്ലോ യൂണിറ്റിൽ, ഒരാൾ ഭക്ഷണം കഴിക്കാൻ പോവുക. 12 മണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂർ ഒരു പവർ നാപ്പ് എടുക്കുക. ഞാനത് അതിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയി. ഹൗസ് സയൻസ് മാത്രമല്ല, ഉച്ചക്കത്തെ ലഞ്ച് ബ്രേക്കിന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 30 to 40 മിനിറ്റ്സ് ഒരു പവർ നാപ്പ് എടുക്കുക. അത് നമ്മുടെ മനസ്സിനെ റിഫ്രഷ് ചെയ്യും, മനസ്സിലാവും. അപ്പോൾ ഒരു 6.5 hours രാത്രി അല്ല, ടോട്ടൽ ഒരു 24 hours ഉറങ്ങിയ എഫക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുതൽ രാത്രി ഇരുന്നാലും വലിയ പ്രശ്നം വരില്ല. അതേപോലെ തന്നെ ഈവനിങ്ങിലെ ഡിന്നർ ബ്രേക്കിൻ്റെ സമയത്തും ഒരു 1/2 hour പവർ നാപ്പ് നമുക്ക് എടുക്കാം. ഓക്കെ, ഞാൻ തിരിച്ച് ഹൗസ് സയൻസിൻ്റെ കാര്യങ്ങൾക്ക് വരാം. അപ്പോൾ ഈ 12 മണിക്ക് പോയ ആൾ 1 മണിക്ക് വരാം, 12:30ക്ക് അടുത്ത ആൾ പോവാം, എന്നിട്ട് 1:30 ആകുമ്പോൾ വരാം, എന്നിട്ട് 1 മണിക്ക് ഒരാൾ വന്നല്ലോ, അപ്പോഴേക്കും 3ാമത്തെ ആൾ പോവാം. അങ്ങനെ റൊട്ടേഷനിൽ പോവാം. ഈ 1 മണിക്ക് പോയ ആൾ 2 മണിക്ക് നേരെ വാർഡിൽ പോയിട്ട് യൂണിറ്റിൽ അഡ്മിഷൻ ആയിട്ടുള്ളത് എൻ്റെ പേരിൽ അലോട്ട് ചെയ്തിട്ടുള്ള പേഷ്യൻസിൻ്റെ കേസ് ഷീറ്റും കാര്യങ്ങളൊക്കെ എഴുതി 1 മണിക്കൂർ കൊണ്ട് തിരിച്ച് വന്ന് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കൊടുക്കാനുള്ളത് കൊടുത്ത് അടുത്ത ആളെ റിലീവ് ചെയ്ത് അയാൾ 3 മണിയാകുമ്പോൾ പോയി പേഷ്യൻസിനൊക്കെ കൊണ്ട് കാര്യങ്ങളൊക്കെ എഴുതി അടുത്ത ആളെ റിലീവ് ചെയ്ത്, അത് കഴിഞ്ഞ് ഇതേ സൈക്കിൾ ഒരു 1.5 മണിക്കൂറിൻ്റെ ഇതിൽ നിങ്ങൾ ഒരു 6 മണി തൊട്ട് തുടങ്ങുക. അപ്പോൾ ഈവനിങ്ങിലുള്ള നിങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് 6 മണിക്ക് പോയ ആൾ 7:30ക്ക് വരാം. വന്ന വഴിക്ക് തന്നെ കാഷ്വാലിറ്റിയിലെ സിസ്റ്ററോട് പറയാം, സിസ്റ്റർ ഞാൻ ഡ്യൂട്ടി റൂമിലുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വിളിക്കാമെന്ന് പറയാം. നേരെ പോയി കിടന്നുറങ്ങാം, മനസ്സിലായോ? എന്താ കിടന്നുറങ്ങാൻ പറയണതെന്ന് വെച്ചാൽ, കേസ് വരുമ്പോൾ എന്തായാലും അവർ വിളിക്കും. നമ്മൾ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കിയിരുന്ന് 1 മണിക്ക് ഉറങ്ങാമെന്ന് വെച്ചാൽ 1:30ക്ക് പേഷ്യൻ്റ് വന്നാലും സിസ്റ്റർ വിളിക്കും. അപ്പോൾ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ 1:30ക്കോ പേഷ്യൻ്റ് വരണ്ടാവും. 7:30ക്ക് ഉറങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ ഒരു 6 മണിക്കൂർ ഒരു ദിവസം ഉറക്കം അവിടെ കഴിഞ്ഞു. പിന്നെ 1:30 തൊട്ട് ഒരുമിച്ച് ഫുൾ ടൈം ഉണർന്നിരുന്നാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് വർക്കിൽ കോംപ്രമൈസ് ചെയ്യില്ല. പേഷ്യൻറ്റിനെ കറക്റ്റായിട്ട് നോക്കി കറക്റ്റ് സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാം. അതെന്താ ഞാൻ പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് ആരും നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിടില്ല. ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ പ്രശ്നം വെച്ചാൽ ഹൈപ്പോഗ്ലൈസീമിയ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യം 15 മിനിറ്റ് എടുക്കും. നമ്മുടെ ടെമ്പർ കൂടും. പേഷ്യൻസിൻ്റെ അടുത്ത് പേഷ്യൻറ്റും അവിടെ രാവിലെ ചിലപ്പോൾ 8 മണിക്ക് വന്നിട്ട് 1 മണി വരെ വരി നിന്നിട്ട് അവനും ചൂടായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ വിശന്ന് പട്ടിപ്പണിയണ പോലെ പണിതിട്ട് 1 മണിക്ക് ഭക്ഷണം കഴിക്കാണ്ട് ഹൈപ്പോഗ്ലൈസീമിയ അടിക്കുന്ന സമയത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു വാക്ക് നമുക്ക് ഇഷ്ടപ്പെടാണ്ട് വരുമ്പോൾ വയലൻ്റായി അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു, പേഷ്യൻ്റ് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു. അങ്ങനെയാണ് പലപ്പോഴും പല ഈ ഹോസ്പിറ്റൽ അറ്റാക്സിൻ്റെയും തുടക്കം വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യസമയത്ത് പോയി ഭക്ഷണം കഴിക്കുക. ഒരാളും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു സീനിയറും നോ എന്ന് പറയില്ല. ഭക്ഷണം കഴിച്ചു വന്നാൽ നമ്മൾ ഒന്നുകൂടി എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യും.
ഹൈപ്പോഗ്ലൈസീമിയ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ്. ആസ് എ സർജൻ തിയേറ്ററിൽ പലപ്പോഴും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എന്തെങ്കിലും കഴിക്കാനുള്ള സാധനം എൻ്റെ ബാഗിലുണ്ടാവും. ഓരോ കേസ് കഴിയുമ്പോഴും പോയി കഴിച്ച് പിന്നെ ചിലപ്പോൾ ഇപ്പോൾ ക്രാമ്പ് അടിക്കും, അപ്പോൾ നാരങ്ങ സോഡയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ഇടയിൽ കഴിക്കും. അപ്പോൾ ഫുഡ് നമുക്ക് ഒരിക്കലും സമയം തെറ്റിക്കാതെ നോക്കാം. ഉറക്കം പറ്റുന്ന അത്ര തന്നെ ഡ്യൂട്ടിയിൽ ഉറങ്ങിയാൽ പിറ്റേ ദിവസം ആ ഉറക്കക്ഷീണം മാറ്റാനായിട്ട് നമ്മുടെ സമയം പോലെ. അപ്പോൾ ആ സമയം കൂടെ നമുക്ക് പഠിക്കാനും ഉപയോഗിക്കാനും അങ്ങനെയൊക്കെ കിട്ടും. ഈ പുലർച്ചെ 4 മണിക്ക് എണീറ്റിട്ട് ഒരു നല്ലൊരു ആപ്പ്, ഇപ്പോൾ ഈ പറഞ്ഞ മെഡിക്കൽ ആപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ആപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ഗൈഡ് കയ്യിൽ വെച്ചിട്ട് ചോദ്യങ്ങൾ വായിക്കുക. അതിൽ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കിട്ടില്ല, മനസ്സിലായി? ഉത്തരങ്ങൾ കിട്ടാണ്ട് വരുമ്പോൾ അറിയാണ്ട് വരുമ്പോഴുണ്ട് അതൊന്ന് എഴുതിയെടുത്തിട്ട് നിങ്ങൾ റൗണ്ട്സിൻ്റെ സമയത്ത് നിങ്ങളുടെ ചേട്ടന്മാരോ ചേച്ചിമാരോ PG ഉണ്ടല്ലോ അവരുടെ അടുത്ത് അത് ചോദിക്കുക. അവർ ഉടനെ തന്നെ ഒരു ഉത്തരത്തിന് പകരം ഒരു എസ്സേയുടെ ഉത്തരം അവർ പറഞ്ഞുതരും, അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കാരണം അവർക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ. ഒരു ജൂനിയറിൻ്റെ അടുത്ത് അവർ നന്നായിട്ട് ഇനി കിട്ടിയില്ലെങ്കിലും അറിയാത്തതാണെങ്കിലും അവർ മെനക്കെട്ടിരുന്ന് പോയി റെഫർ ചെയ്ത് പിറ്റേ ദിവസം നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരും. നമ്മുടെ സമയം പോകണില്ല, അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ വേണം അത് അങ്ങനെ കവർ ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പോകാനായിട്ട്. പിന്നെ പലപ്പോഴും ഹൗസൻസിന് ഈ പേഷ്യൻറ്റിൻ്റെ ഒപ്പം അക്കോമഡേറ്റ് ചെയ്ത് അക്കമ്പനി ചെയ്തിട്ട് MRI സ്കാനിന് പോവുക, CT സ്കാനിന് പോവുക. അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു ആപ്പ് കയ്യിലുണ്ടെങ്കിൽ ആപ്പ് നോക്കി പോവാം. ഈ അതുപോലെ MRIയുടെ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെറുതെ 1 മണിക്കൂർ ഇരിക്കണം, 1.5 മണിക്കൂർ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ടോപ്പിക് അവിടെ കണ്ട് തീർക്കാം. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പേഷ്യൻ്റെ അടുത്ത് ഇരിക്കുകയല്ലേ വേണ്ടു. അതുപോലെ തന്നെ AC-യിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഗോൾഡൻ ചാൻസ് ആണ് ഹൗസൻസി ടൈം. കാരണം ICUയിൽ നമ്മൾ ഇരിക്കണോ, മോണിറ്റേഴ്സ് വർക്ക് ചെയ്യണോ, മോണിറ്ററിൽ എന്തെങ്കിലും വേരിയേഷൻ വരുമ്പോൾ നമുക്ക് പറ്റണ്ടാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യണോ, സിസ്റ്ററോട് ഇൻസ്ട്രക്ട് ചെയ്യണോ, അല്ലെങ്കിൽ സീനിയർ PG-നെ MO-നെ അറിയിക്കണം. അതുവരെ ഇരിക്കുന്ന സമയം വരെ ആ ഒരു ക്രിട്ടിക്കൽ കെയർ റിലേറ്റഡ് ആയിട്ടോ മെഡിസിൻ ICU ആണെങ്കിൽ മെഡിസിനോ വായിച്ചുകൊണ്ടിരുന്നോ, വായിക്കണ്ടെന്ന് ആരെങ്കിലും പറയില്ല, ആരും പറയില്ല, മനസ്സിലായി? അപ്പോൾ അത് അവിടെയും ഇതേപോലെയുള്ള മാക്സിമം യൂട്ടിലൈസേഷൻ കാര്യങ്ങൾ നടക്കാം. ഉറങ്ങേണ്ട സമയങ്ങളിൽ ഉറങ്ങാം, എന്നാൽ ഒരു കോംപ്രമൈസും പേഷ്യൻ്റ് കെയറിൽ വരരുത്. അപ്പോൾ എല്ലാം കൂടെ സെറ്റായിട്ട് വേണം പോവാൻ. ഈ ഒരു 3 മാസത്തെ കോഴ്സായിട്ട് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഞാനൊരു 1 year പ്രോഗ്രാമോ 1.5 years പ്രോഗ്രാമാണെങ്കിൽ ഞാനൊരു എപ്പോഴും പറയും, ഒരു വീക്കെൻഡോ ഏതെങ്കിലും ഒരു വീക്ക് ഒരു ഹാഫ് ഡേ ഒരു ബ്രേക്ക് എടുത്തിട്ട് ബീച്ചിൽ പോവുകയോ സിനിമയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഔട്ടിങ്ങിന് ഡേഞ്ചറസ് കാര്യങ്ങളിലേക്കൊന്നും പോവാതെ ഒരു മൈൻഡ് റിലാക്സേഷനും കൂടെ ചെയ്യാൻ പറയും. പക്ഷെ ഇപ്പം അതിനുള്ള സമയമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ആഴ്ചയിൽ 6 മണിക്കൂർ പോലും കളയാനില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ അതിനെ ഉള്ള സമയം മുഴുവൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഹൗസൻസിൻ്റെ അടുത്ത് ഒന്നുകൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി നിങ്ങൾ ഫൈനൽ ഇയർ പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടിയിരുന്നത്, ഇപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സമയം പോയി, അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ അടുത്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ ആ പഠിച്ച ഫൈനൽ ഇയറിലെ 4 സബ്ജക്ട്സ് 4 മണി തൊട്ട് ഒരു 7 മണി വരെ 8 മണി പുലർച്ചെ മുടക്കാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആ ദിവസങ്ങളിൽ ഒന്ന് എണീറ്റിരുന്ന് റിവൈസ് ചെയ്യുക. അതിൻ്റെ MCQs ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. 8 മണി തൊട്ട് പിന്നെ കേൾക്കുന്നവരെ അർമാദിച്ചോളൂ, കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. പരീക്ഷ കഴിഞ്ഞ റിലാക്സേഷൻ. അത് കഴിഞ്ഞ് ഹൗസ് ഏജൻസി തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞങ്ങളുടെ SPM പോസ്റ്റിംഗ് ഉണ്ടല്ലോ, SPM പോസ്റ്റിങ്ങിൻ്റെ ഒപ്പം SPM-ഉം അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി പഠിക്കും. സർജറി പോസ്റ്റിങ്ങിൻ്റെ ഒപ്പം സർജറിയും പത്തോളജിയും പഠിക്കുക. മെഡിസിൻ പോസ്റ്റിങ്ങിൻ്റെ ഒപ്പം മെഡിസിൻ, ഫാർമക്കോളജി, മൈക്രോബയോളജിയും പഠിക്കുക. പഠിക്കാന്ന് പറഞ്ഞാൽ എൻട്രൻസ് ഗൈഡ് എടുക്കുക, ക്വസ്റ്റ്യൻസ് വായിക്കുക, കിട്ടാത്ത PGs-നോട് ചോദിച്ചു പോവുക, അത്രേ ഉള്ളൂ, മനസ്സിലായി? അതങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓർത്തോ അങ്ങനെയുള്ള സ്പെസിഫിക് അനസ്തേഷ്യക്കൊക്കെ അതാത് സബ്ജക്ട്സ് പഠിക്കുക. പീഡിയാട്രിക്സിൻ്റെ ഒപ്പം പീഡിയാട്രിക്സ് വായിക്കുക, ഒബ്സ്ട്രറ്റിക്സിൻ്റെ ഒബ്സ്ട്രറ്റിക്സ് വായിക്കുക. ഒരുവിധം കാര്യങ്ങളൊക്കെ അങ്ങ് കവർ ചെയ്ത് പോവും, മനസ്സിലായി? ഒരുവിധം സബ്ജക്ട്സ് ഒക്കെ അങ്ങ് കവർ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യാം. കാരണം മാഡം പറഞ്ഞ പോലെ ബെസ്റ്റ് ചാൻസ് ഇസ് ദ ഫസ്റ്റ് ചാൻസ്. കൽപ്പന മാഡം പറഞ്ഞില്ലേ? കാരണം നമ്മൾ ഹൗസ് എൻസി കഴിയണു, അതിൻ്റെ പിന്നാലെ പരീക്ഷ എഴുതണു, നമുക്ക് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. KPP അല്ലേ, ആ രീതിയിലല്ലേ പറയാം. അപ്പോൾ ടെൻഷനില്ല, കൊല്ലം പോയിട്ടില്ല, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ടെൻഷൻ ഫ്രീ ആയിട്ട് എഴുതുമ്പോൾ നല്ലൊരു ഇത് കിട്ടും. എപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് എടുക്കുക. യു ക്യാൻ കോംപ്രമൈസ് ഓൺ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇഫ് യു ഹാവ് ഫസ്റ്റ് റാങ്ക് you opt for the preferred subject and the institute, but സ്വല്പം ലോവർ ഡൗൺ റാങ്ക് എത്താണെങ്കിൽ ഇഫ് യു ഗെറ്റ് an ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റ് യു ഓപ്റ്റ് ഫോർ ഇറ്റ്. കാരണം എക്സ്പീരിയൻസ് ക്യാൻ ബി മെയ്ഡ്. നിങ്ങൾക്ക് ഏറ്റവും തിരക്കുള്ള ഹോസ്പിറ്റലോ കാര്യങ്ങളിലോ നിങ്ങൾക്ക് പിന്നെ ഒരു കൊല്ലം 6 മാസം വർക്ക് ചെയ്താലേ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റും, മനസ്സിലായി?
സർജിക്കൽ സൈഡ് ഇൻട്രസ്റ്റ് ഉള്ളവരോടുള്ള ഒരു ചെറിയ ഉപദേശം, എല്ലാവരും പറയും കട്ടിങ് കൂടുതലുള്ളടത്ത് എടുത്തോളാന്ന്. ഞാൻ പറയും കട്ടിങ് കൂടുതലുള്ളടത്ത് സർജറി ചെയ്യരുത്. അവിടെ നമ്മൾ കട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, തിയറി പഠിക്കില്ല, തീസിസ് വർക്ക് സമയം ഉണ്ടാവില്ല, പ്രോപ്പർ ടെക്നിക്ക് ചെയ്ത് കാണിച്ചു തരാൻ തിരക്കുള്ളടത്ത് ആരും ഉണ്ടാവില്ല, ടീച്ചേഴ്സ് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്പർ ഓഫ് സർജറീസ് കുറവാണെങ്കിലും കറക്റ്റ് മെത്തേഡും കറക്റ്റ് ടൈമും കുറേ സമയം വായിക്കാനും കുറച്ച് നേരം തീസിസിന് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലത്ത് പഠിച്ച് ഇറങ്ങിയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് കട്ടിങ് കൂടുതലുള്ളടത്ത് ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം സീനിയർ റെസിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ വളണ്ടറി ആയിട്ടോ ജൂനിയർ ആയിട്ടോ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഒക്കെ ബിൽഡപ്പ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഉപകാരമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. സംശയങ്ങളും കാര്യങ്ങളൊക്കെ നല്ല കോമൺ ഗ്രൂപ്പിലിടാം, അതെല്ലാം ഇൻഡിവിജ്വലായിട്ട് ഇടണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഇടാം. എങ്ങനെയാലും കുഴപ്പമില്ല, കോമൺ ഗ്രൂപ്പ് ആയിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമുക്കത് ഒന്നുകൂടി ഈസി ആയിട്ട് ആർക്കെങ്കിലുമൊക്കെ അതിനൊരു റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കുകയും കൺസേൺ ഫാക്കൽറ്റിക്കൊക്കെ നമുക്കത് ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇത്രയാണ് പറയാനുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമയം അലോവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എല്ലാവരും ഒന്ന് പേരും വീഡിയോ ആണ്, ഇത് ജസ്റ്റ് പേര് പറഞ്ഞ് ഒരു 30 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാലേ നമുക്കൊന്ന് നിങ്ങളൊക്കെ പേരുകൾ പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ ക്ലാസ്സിൻ്റെ ഒരു ആത്മബന്ധം വരില്ലല്ലോ സൂമിൽ. പക്ഷെ അത് വരണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കാൻ്റെ ഒരു സൗകര്യം കൂടി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ പറ്റുകയാണെങ്കിൽ തുടങ്ങി അങ്ങനത്തെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് അല്ലേ എടുക്കുള്ളൂ. ഞാൻ വേണമെങ്കിൽ പേര് വിളിക്കാം. അഭയ, അൺമ്യൂട്ട് ചെയ്തിട്ടേ വീഡിയോ അൺമ്യൂട്ട് ചെയ്ത് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, എവിടെയാണ് പഠിച്ചിരുന്നത്, എത്രാമത്തെ അറ്റംപ്റ്റ് ആണ് എന്നും കൂടെ പറയാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ടൈലർ മെയ്ഡായിട്ട് നമുക്ക് അഡ്വൈസസും ബാക്കി കാര്യങ്ങളൊക്കെ തരാൻ പറ്റും. അതുകൊണ്ടാണ് സമയം കളയണ്ട. യുവർ പ്രിഫറൻസ്. വൺസ് മോർ അഭയ. സ്കറിയ സാർ ഉണ്ട് തോന്നുന്നല്ലേ. സാറ് ഏത് ടോപ്പിക്കാന്ന് ഫൈനലൈസ് ആയോ? 28 ഉണ്ടെങ്കിൽ കൈയോടെ പറഞ്ഞാലേ കുട്ടികൾക്ക്. ഫൈനലൈസ് ആയി സാറേ, റുമാറ്റോ നെഫ്രോ എൻഡോക്രൈൻ. ഓക്കെ 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 ശരി. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് അവർക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് വരാമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു സാർ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. റുമറ്റോളജിന്നും എൻഡോക്രൈനോളജിന്നും ഒക്കെ ഇഷ്ടപ്രകാരം ക്വസ്റ്റ്യൻസ് വരണതാണ്. അത് ഫോളോ ചെയ്യും. ഇത് പറ്റി അഭയ ഇല്ല, സ്ഥലത്തില്ല. അനന്തു സുരേഷ്, ഞാനിത് പറഞ്ഞോടുകൂടി തന്നെ 12 പേര് 13 പേര് ലീവ് ചെയ്താ. ഇതൊക്കെ ഒന്ന് നിങ്ങളെ ഐഡന്റിറ്റി ഒന്ന് എക്സ്പോസ് ചെയ്ത് തന്നാൽ നമുക്ക് അതിനനുസരിച്ച് ഹെൽപ്പ് ചെയ്യാം. അതുകൊണ്ടാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. യു ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്, ഓക്കെ. ഞാൻ പേര് വിളിക്കുന്നേ, വളണ്ടറി ആയിട്ട് ഓരോരുത്തർ ഒന്ന് വന്ന് പറഞ്ഞു പോയാലേ നമുക്ക് ഒരു ഗൈഡൻസ് അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹൗസ് സെൻസ് ആണെങ്കിൽ അവർക്ക് എങ്ങനെ പഠിക്കണം, ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആഫ്റ്റർ ഹൗസ് സെൻസ് ആണെങ്കിൽ എങ്ങനെ പഠിക്കണം, ഓരോരുത്തരെയും അതുപോലെ തന്നെ ഏതാണ് വീക്ക് ഏരിയാസ്, വീക്ക് പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ കവർ ചെയ്യാന്നൊക്കെ നമുക്ക് ഇതിൽ കൂടെ പറയാൻ പറ്റും. പിള്ളേർക്ക് ചിലപ്പോൾ ഇച്ചിരി മടിയായിരിക്കും സാറേ, എല്ലാവരുടെ അടുത്തും പോയി 40 കണ്ടെടുത്ത് 27 ഇപ്പോ കൗണ്ട്. അതിൽ കുറച്ച് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. എന്റെ പേര് ഡോക്ടർ രമ്യ. വീഡിയോ കൂടെ ഒരു മിനിറ്റ് നേരത്തേക്ക് പറയൂ. എവിടെയാ? കാണാമോ? കാണാം. ഫൈൻ. ഓക്കെ സർ, എന്റെ പേര് ഡോക്ടർ രമ്യ. ഞാൻ ഹെൽത്ത് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ, ടെമ്പററി ആയിട്ടാണോ അതോ പെർമനന്റ് പോസ്റ്റിംഗ് ആയോ? സർ, PSC ഹാൻഡ് ആണ്. PSC ഹാൻഡ് ആണ് അല്ലേ? ഇപ്പൊ എത്ര കൊല്ലം സർവീസ് ആയി? സർവീസിൽ ഇപ്പം 8 വർഷമായി. എത്ര ബാക്കി കിടക്കുന്നുണ്ട്? ഇനി ഒരുപാടുണ്ട്, 22 വർഷമുണ്ട്. അതല്ല, ഏൺ ലീവ് ഇപ്പൊ എത്ര അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്? പക്ഷെ എടുക്കാൻ പ്രൊവിഷൻ ഇല്ല. അന്വേഷിക്കുന്നുണ്ട്, കിട്ടുമോ?
എടുക്കുന്ന പ്ലാൻ ഉണ്ട്. എടുക്കുക, മാക്സിമം എടുക്കുക. ഞാനതല്ല, നമ്മളൊരു കാര്യം ചെയ്യല്ലോ സ്ഥലത്തെ. അപ്പൊ അതിന് നമ്മൾ എഫേർട്ട് എടുത്താലേ പറ്റുള്ളൂ. ലീവ് ഉള്ളത്, ഹാഫ് ഡേ ലീവ് ഉള്ളതൊക്കെ ഇതിനൊരു അറ്റംപ്റ്റ് അങ്ങ് എടുക്കുക. ATS എന്ന് പറയുമ്പോൾ സറണ്ടർ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. 33 ലീവ് ഉണ്ട്, 100% ലീവ് ഉണ്ട്. എടുക്കണം വിചാരിക്കുന്നു. മാർച്ച് ഏപ്രിൽ മെയ് എടുക്കണമെന്ന് പ്ലാൻ ഉണ്ട്. അപ്ലൈ ചെയ്തിട്ട് DMO റിജക്ട് ചെയ്തില്ലെങ്കിൽ എടുക്കാന്ന് വിചാരിക്കുന്നു. കാരണം ഡിഎംഒണ്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ വെറും MBBS ഡോക്ടറായിട്ട് പൊതുജനത്തെ സേവിക്കണേക്കാളും ഞാനൊരു PG എടുത്ത് വന്നിട്ട് പൊതുജനത്തെ സേവിക്കുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റും എന്ന് പറയാം. പറഞ്ഞു നോക്കാം സർ. എന്തായാലും മാരീഡാ? വേറെയും വീട്ടിലെ ഡ്യൂട്ടീസ് ഉണ്ട് അല്ലേ? കിഡ്സ് ഇല്ല, സിംഗിൾ ആണ് സർ. സിംഗിൾ ആണ്. ഓക്കെ, ഫൈൻ. റൈറ്റ്. Thank you, Ramya. Anybody else? ആരുമില്ലേ? ഹലോ സർ. Yes. സർ, ഡോക്ടർ രാഗി, ഹെൽത്ത് സർവീസ് തന്നെയാണ്, അസിസ്റ്റന്റ് സർജൻ. ഇപ്പം ATS കഴിഞ്ഞു. ഓക്കെ, രമ്യയുടെ സിറ്റുവേഷൻ തന്നെയാണ് അല്ലേ? എവിടെയാ? തൃശ്ശൂരാണ്. ഫൈൻ. തൃശ്ശൂരുടെ നെന്മണിക്കര. നെന്മണിക്കര. ഞാൻ പറഞ്ഞ രമ്യയുടെ അടുത്ത് പറഞ്ഞു തന്നെ എനിക്ക് അതെ. എൻഡ് ലീവ് ആക്ച്വലി വെക്കേഷൻ കഴിഞ്ഞിട്ട് എടുക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വെക്കേഷന്റെ എൻഡ് ലീവ് എടുത്തിട്ട് വീട്ടിൽ നിന്നിട്ട് വലിയ പ്രത്യേകത ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇല്ലില്ല, മക്കളുണ്ട്, മാരീഡ് ആണ് അല്ലേ? അതെ. 3 മാസത്തേക്ക് വിദേശത്തേക്ക് പോയി. പഠിക്കുക, മനസ്സിലായി. വീട്ടിൽ വന്ന ജോലി ആവശ്യമായിട്ട് പ്രൊമോഷൻ കിട്ടി. പക്ഷെ ഇപ്പോൾ ആകെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ താമസിക്കുന്നതും PSC തമ്മിൽ ദൂരം ഇല്ല. അപ്പം ആ ഒരു ടൈമും സംഭവങ്ങളും, പിന്നെ അത്ര വലിയ തിരക്കുള്ള ഒരു സ്ഥലമല്ല. അതൊക്കെയാണ് ആകെ കൂടിയുള്ളത്. പക്ഷെ ചാർജ് ഉണ്ട്. നോക്കൂ, പറ്റുന്ന പോലെ എങ്ങനെയാ വെച്ചാൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യേ. ഞാൻ പറഞ്ഞ പോലെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നോക്കൂ. പുലർച്ചെ നടക്കത്തുള്ളൂ, നേരത്തെ എണീക്കാന്. അപ്പൊ അതിപ്പോ 4 3 ആക്ക്. ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു പവർ നാപ്പും ഈ എന്താ പറയാ സ്വാതന്ത്ര്യമൊക്കെ നടത്തി ക്ഷീണൊക്കെ ഒതുക്കി പോട്ടെ. മക്കളെന്ത് പ്രായം? ഒരാള് 6th, ഒരാള് UKG. പറയാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കോ, കുഴപ്പമില്ല. ഞാൻ വിളിക്കാം. ഓക്കെ. ഹലോ. യെസ് റഹീന. ഞാൻ റഹീന, മലപ്പുറത്ത് നിന്നാണ്. എല്ലാവരും ഹെൽത്ത് സർവീസിലുള്ള ഒരു ഇതിൽ കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ഓപ്പൺ ചെയ്തത്. ഞാനും ഹെൽത്ത് സർവീസിൽ തന്നെയാണ്. 7 years ആയി. 7 years അല്ലേ? അതെ. അപ്പൊ ഈ പറഞ്ഞ സിറ്റുവേഷൻസ് ഒക്കെ തന്നെ ഞാൻ ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ പെട്ടെന്ന് ഒരു കോഴ്സ് കണ്ടപ്പം വെറുതെ ചാടി പിടിച്ചിട്ട് രജിസ്റ്റർ ചെയ്താണ്. ആക്ച്വലി ഇത് ഇന്നത്തെ സാറിന്റെ ക്ലാസ് കേട്ടപ്പം ഭയങ്കര മോട്ടിവേറ്റഡ് ആയി പോയി. അല്ല, അത് ഉഷാറായിട്ട് പിടിക്കാം. എന്തായാലും നമ്മള് പൈസയുടെ മാത്രല്ല, നമ്മൾ ഈ ഓരോ കൊല്ലം വൈകും തോറേ നമുക്ക് നമ്മുടെ സബ്ജക്ട് കയ്യെന്ന് പോവും. കുറെയൊക്കെ പോവും. നമ്മളത് ഒരു നമ്മുടെ ലക്ഷ്യം ഉള്ള ഒരു PG സീറ്റ് ചിലപ്പോ ബുദ്ധിമുട്ടായി വരും. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും വകുപ്പൊക്കെ ഉണ്ടെങ്കിൽ ലീവോ ഹാഫ് ഡേ ലീവോ ഒക്കെ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങ് എടുത്ത് മെനക്കെട്ടിരുന്ന് പഠിച്ച്. മാരീഡ് മക്കളൊക്കെ? 2 മക്കളുണ്ട്. മോളിപ്പോ 10th എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക. പഠിത്തത്തിനായിരിക്കും സാക്രിഫൈസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാവുക. ശരി, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ മോളുടെ ഒപ്പം ഇരുന്ന് പഠിച്ചോ. മോളെ അതെ, അത് പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത്. നമ്മള് രണ്ടുപേരും കൂടെ പഠിക്കാന്ന് പറഞ്ഞിട്ട്. ആപ്പ് ഇഷ്ടപ്പെടാൻ ഡൗൺലോഡ് ചെയ്ത് എപ്പോഴാണെങ്കിലും ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും ഒക്കെ കുറെ നോക്കാൻ പറ്റും. പണ്ടത്തെ പോലെ പുസ്തകം കൊണ്ട് നടക്കണ്ടല്ലോ. അതുപോലെ ഒരു ഏർലി മോർണിംഗിന്റെ ഒരു ടൈം ടേബിൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോ. ഒരു 10 or 7 hours എങ്കിലും കവർ ചെയ്യേ. ഇപ്പൊ ഈ 3 പേരോടും കൂടിയായിട്ടാ പറയണേ. ഇത് ഒരു ചാലഞ്ചായിട്ട് സ്റ്റാർട്ടായിട്ട് എടുത്തിട്ട് ഇത്തവണ നമ്മളിപ്പോ ഫസ്റ്റ് ടൈം സീരിയസ് ആയിട്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാല് 14 hours പകരം കുറച്ച് പിടിച്ചിട്ടാണെങ്കിലും നെക്സ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിലും നമുക്ക് ഇതിലൊരു അസസ്മെന്റ് നടത്തി അതിനനുസരിച്ചൊരു
ഒരു 1 ഇയർ പ്ലാനും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. ഇനി ഈ കൊല്ലങ്ങൾ കളയണ്ട. ഇത് കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ കോൺഫിഡൻസ് കളയാൻ പറഞ്ഞതല്ല. മനസ്സിലായി? അതെ മനസ്സിലായി. ഇവിടെ നിന്ന് സ്റ്റാർട്ട് വെച്ചോളൂ. മനസ്സിലായി? ദാറ്റ് ഈസ് ഫൈൻ. ഓക്കെ താങ്ക് യു. ഹലോ യെസ്. ഇന്ദു. ഹലോ യെസ്. സാറേ ഞാൻ ഡോക്ടർ ഇന്ദു. യെസ്. ഞാൻ WNC ആലപ്പിയിൽ വർക്ക് ചെയ്യാ സാറേ. ഞാൻ ഗൈനക്കോളജിസ്റ്റാ, DG ഉണ്ട്. DG അപ്പോ ഉണ്ട്. ഞാനപ്പോ ഹെൽത്ത് സർവീസിൽ നിന്ന് എനിക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, സർവീസ് കോട്ട. സർവീസ് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇതേ കണക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തതാണ്. എത്ര നാളായി MBBS കഴിഞ്ഞ്? എത്ര നാളായി? ഞാൻ 2008 MBBS കഴിഞ്ഞു, 2015 DG കഴിഞ്ഞു. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു മിസ്സിങ് ഉണ്ടാവും. അപ്പൊ അനാറ്റമി ഒക്കെ കുറച്ച് പെൽവിക് കാര്യങ്ങളൊക്കെ അറിയുണ്ടാവും. ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളായിരിക്കും. ബയോകെമിസ്ട്രി അതൊക്കെ ഒന്ന് പതുക്കെ കവർ ചെയ്ത് തുടങ്ങും. മെഡിസിൻ സബ്ജക്ട്സേ, പത്തോളജി ഓങ്കോളജി ഒക്കെ കുറെയൊക്കെ അറിയുന്നുണ്ടാവും ഇത് പ്രാക്ടീസിൽ. അത് വീക്കായിട്ടുള്ള സ്ഥലങ്ങൾ SPM ഗൈനക്ക് ചെയ്യണോണ്ട് തന്നെ ഒരു നല്ലൊരു പോയിന്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഗൈനക്ക് 30 ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് മിസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഒപ്പം SPMന്റെ ഗൈനക്ക് റിലേറ്റഡ് ഏരിയാസ് ഉണ്ടല്ലോ, അതും മിസ് ചെയ്യാൻ പാടില്ല. അവിടുന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ മെഡിസിൻ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. ഫാമൊക്കെ ഒന്ന് പഠിക്കുക. അപ്പൊ കുറെ മെഡിസിൻസിന്റെ കാര്യങ്ങളും ഒന്ന് കവർ ചെയ്ത് കിട്ടും. അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവാ. ഒത്തിരി ഡ്യൂട്ടീസ് വരും. എത്ര ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് അവിടെ? അവിടെ മൊത്തം 7 പേരാണ്, പക്ഷെ ഇപ്പൊ 5 പേരേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറ്റില്ല അല്ലെ? ശരി. അതല്ല, എത്ര ഡെലിവറി ആവറേജ് ഉണ്ട്? ഡെലിവറി 80-90 വരെ പോകും സാർ. 80 ആണോ 18 ആണോ? അല്ലല്ല 80. 80 പെർ ഡേ? അല്ലല്ല, പെർ മന്ത്. പെർ മന്ത് 3 പെർ ഡേ അല്ലെ? 3 പെർ മന്ത്. 3 പെർ മന്ത് ഞാൻ വിചാരിച്ചു. ഓക്കെ ഫൈൻ. എന്തായാലും നമുക്ക് നല്ലൊരു ഗൈഡോ ആപ്പോ കയ്യിൽ എപ്പോഴും വെച്ചാൽ കിട്ടുന്ന ചാൻസുകളൊക്കെ നോക്കി ഒരു നന്നായി പ്രീ പ്ലാൻ ചെയ്തിട്ട് ക്ലിനിക്കൽ ടൈമുകൾ യൂട്ടിലൈസ് ചെയ്യാം. OP ആണെങ്കിലും ജൂനിയേഴ്സ് ആരെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ അവരെ കൊണ്ടൊക്കെ പറ്റാവുന്ന വർക്കുകൾ ഡെസിഗ്നേറ്റ് ചെയ്യാം കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ. പിന്നെ ഏർലി മോർണിംഗ് പഠിത്തം തന്നെയാണ് ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു ടൈം കിട്ടുള്ളൂ. ഡ്യൂട്ടി ദിവസങ്ങളിൽ ഞാൻ ഹൗസൻസിന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ കിട്ടുന്ന ചാൻസുകളൊക്കെ ഉറങ്ങിക്കോ, ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുക, ഡ്യൂട്ടി കഴിയുമ്പോൾ ഉറക്ക ക്ഷീണം അന്ന് തന്നെ തീർക്കാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകും. ഞാൻ പറഞ്ഞ സെലക്റ്റഡ് കുറച്ച് സബ്ജക്ട്സും നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാം. ക്വാളിഫൈഡ് കിട്ടിയാൽ മതിയല്ലോ. ആപ്പ് ഇപ്പോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ സാറേ? ഈ ടൈമില് ചെയ്യാൻ പറ്റുമല്ലോ. ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൽ ട്രയൽ വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അതിന്റെ ഇത് ഇട്ടുണ്ടല്ലോ, ലിങ്ക് ഇട്ടിട്ട് ലിങ്ക് വഴി കയറും. ആപ്പ് വഴി തന്നെ കയറുമ്പോൾ എന്തോ ചെറിയ ചെറിയ ഹിച്ചസ് വരുന്നുണ്ട്. കുറെ പേർക്ക് അനന്തപുരൊന്നും കയറാൻ പറ്റിയിട്ടില്ല, എന്തോ പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ ഇപ്പോൾ ലിങ്ക് വഴി ശരിയാക്കാം. എന്നിട്ട് ഒരു ശരിയായില്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇടും, ഞാനത് സോർട്ട് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ സാർ, ശരി. താങ്ക് യു സാർ. Anybody else? ആരുമില്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ സമയം. യെസ് സീന പറയും. ഹെൽത്ത് സർവീസിലാണ് സാർ, യെസ്. തൃശ്ശൂര് തൃശ്ശൂർ വരന്തരപ്പള്ളിയില്. ഓ, വേലുപ്പാടം വരന്തരപ്പള്ളി. അതെ സാർ, അതെ. അവിടെ അത് IP ഇല്ലല്ലോ? IP ഉണ്ടോ? സാർ, OP മാത്രം. എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഡ്യൂട്ടി വരും? ഞാൻ ചാർജാണ് സാർ. ഓ, പിന്നെ നോക്കണ്ട, നമ്മുടെ നാടാണേ. ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ 12 വർഷം കഴിഞ്ഞു സാർ സർവീസിൽ. എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ലീവുകൾ എടുക്കാൻ? ആരെങ്കിലും ചാർജ് ഏൽപ്പിക്കാനോ, അല്ലെങ്കിൽ ജൂനിയർ ഇപ്പൊ താഴെയുള്ള ആരെങ്കിലും PG ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് ചാർജ് ഏൽപ്പിച്ച് ലീവ് കിട്ടുമോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കൂ. അതേപോലെ ടൈം ടേബിൾ നോക്കിക്കോ.
ആ ഏതാണ് വീക്ക് സബ്ജക്റ്റ് എന്ന് തോന്നണമെങ്കിൽ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഹൈ ഹീൽഡിങ് സബ്ജക്റ്റ് ആണെങ്കിൽ മാത്രം. ഓക്കെ രണ്ട് സർ. ഹീൽഡിങ് അല്ലാത്ത സബ്ജക്ട്സിൽ നമ്മൾ വീക്ക് ആണെന്ന് വെച്ചാൽ കുറെ സമയം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ സർ. ആ, അതുപോലെ തന്നെ ആപ്പോ ഗൈഡ് കൊണ്ടുനടക്കാൻ പറ്റുമായിരിക്കും, നോക്കൂ. അതെ സർ. ആ ഓക്കെ, ഓക്കെ സർ, താങ്ക് യു. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഓക്കെ, താങ്ക് യു. ഓക്കെ സർ. ഗേൾസ് മാത്രമേ ഉള്ളൂ ഗ്രൂപ്പില്, ബാക്കി ബോയ്സിനൊന്നും കുഴപ്പങ്ങളില്ല. ആരുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 3 months 100 days 99 days സിൻസിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും വിൽ മേക്ക് എ ബിഗ് സക്സസ്. സോ അപ്പൊ അതിന് നിങ്ങൾ തയ്യാറാവണം. അപ്പൊ ഈ സൂം ക്ലാസ്സുകളാണ്, ആരും മോണിറ്റർ ചെയ്യാനില്ല. അപ്പോൾ ചാനൽ മാറി പോകരുത്. നമ്മൾ ഈ കൊറോണ ടൈമിലൊക്കെ പറഞ്ഞ പോലെ ശ്രദ്ധാപൂർവം കേൾക്കുക, ഒരു നോട്ട്ബുക്ക് തയ്യാറാക്കി കയ്യിൽ വെക്കുക, മെഡിസിൻ ഒരു ബുക്ക്, അനാറ്റമിക്ക് ഒരു ബുക്ക്, അനാറ്റമിയുടെ ബാക്ക് സൈഡിൽ പേപ്പറിലൊന്നും എഴുതിയെടുക്കരുത്, അതൊക്കെ ഓരോ വഴിക്ക് പോവും. ബാക്ക് സൈഡിൽ നിന്ന് വേറൊരു സബ്ജക്റ്റ് വേണമെങ്കിൽ തുടങ്ങി ഒരു ബുക്കിന്റെ ഒരു സൈഡിൽ ഒരു സബ്ജക്റ്റ് മറ്റൊരു സൈഡിൽ അങ്ങനെ ഉള്ള ഇത് വെച്ച് കുറച്ച് പോയിന്റ്സും കാര്യങ്ങളും എഴുതുക. ക്ലാസ് കഴിയുമ്പോൾ അതൊന്ന് ഒരു ആവർത്തി വായിച്ചിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, എനിബഡി എൽസ് വാണ്ട് ടു? ഞാനും കഴിയാവുന്നതും ക്ലാസ്സുകളിൽ ഫ്രീ ആണെങ്കിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഫുൾ ടൈം അല്ല, ജസ്റ്റ് തുടക്കത്തിലോ എൻഡിലോ അല്ലെങ്കിലും എനി ടൈം യു ക്യാൻ കോണ്ടാക്ട് മീ ആൻഡ് കോൾ മീ. ഡോക്ടർ സ്വപ്ന ഈസ് ഓൾസോ വെരി ഇൻട്രസ്റ്റഡ് ആൻഡ് ഡ്യൂട്ടി ടൈമിൽ മാത്രമേ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. എനിക്ക് അത്ര വലിയ കുഴപ്പങ്ങളില്ല കേട്ടോ. ഡോക്ടർ കൽപ്പന, ഡോക്ടർ സജിത് സാറ് ആരാണെങ്കിലും കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. എന്നാൽ വൈൻഡപ്പ് ചെയ്തല്ല, ആരും മുന്നോട്ട് വരുന്നില്ലല്ലോ. ഓക്കെ, എന്നാൽ നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു അഗെയിൻ ഫോർ ഓൾ ദ സീനിയർ മെമ്പേഴ്സ് ഹു ജോയിൻഡ്, എസ്പെഷ്യലി ശ്രീവരാസൻ സാറ് ഫുള്ള് ഞാൻ പറയണ കേൾക്കുന്നുണ്ടായിരുന്നു. മോഹൻ റോയ് സാർ ഇപ്പോഴും ഉണ്ട്, ഗോപികുമാർ സാറുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ സൈഡിൽ നിന്ന്, കമ്മിറ്റിയുടെ സൈഡിൽ നിന്ന് ഒരു താങ്ക്സ് പറയുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇതിൽ സെക്കൻഡ് ഇയർ കോഴ്സിന് ചേർന്ന എല്ലാവർക്കും ഒരു ഫ്രൂട്ട്ഫുൾ 99 days ആവട്ടെ. അത് മാക്സിമം നിങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ വിൽ വൈൻഡ് അപ്പ് ദ മീറ്റിംഗ്.